ലെറ്റ്സ് വെൽക്കം നസീർ കാ തിരിച്ചേട്ടാൻ മണിക്കുട്ട. നമസ്കാരം. എന്നാ പിന്നെ ഇന്ന് ഒരു ലോഡ് സ്കിറ്റുമായിട്ട് നമ്മുടെ പിള്ളേർ റെഡിയാണ്. എന്നാ പിന്നെ വിളിക്കാം. ശംഭു അണ്ണനുണ്ട്, വിഷ്ണു ഉണ്ട്, കൂടെ സജിച്ചേട്ടന് ഒരു നല്ല കൈയടി. ഇത് വടക്കൻ പാട്ടുകഥയിലെ ഉണ്ണിയാർച്ചയും ചന്തുവും ഉദയനനും ജീവിച്ചിരുന്ന കാലഘട്ടം. ഇവിടെ തന്നെയാണ് കുറ്റിമൂട് തങ്കച്ചിയും മകനും ജീവിക്കുന്നത്. ഇതിൽ ലോജിക്ക് ചിന്തിക്കരുത്. ചിന്തിച്ചാൽ ഒരന്തവുമില്ല, ചിന്തിച്ചില്ലേൽ ഒരു കുന്തവുമില്ല. എന്നാ പിന്നെ അങ്ങനെ വീട്ടിലെ വീടുപണിക്കാരി കുറ്റിമൂട് തങ്കച്ചി. ഞാനിപ്പോ വന്നതെന്തെന്ന് വെച്ചാൽ വേറെ ഒന്നിനുമല്ല. അനേക കാലങ്ങളായി രാജാക്കന്മാർക്കും മറ്റുള്ള തമ്പുരാക്കന്മാർക്കും യുദ്ധം ചെയ്യാം. നമ്മളെപ്പോലുള്ള പാവപ്പെട്ടവർക്ക് യുദ്ധം ചെയ്യാൻ പറ്റില്ല. ഞങ്ങളുടെ മക്കളെ ഒന്ന് യുദ്ധം പഠിപ്പിക്കോ അതുവുമില്ല. അതുകൊണ്ട് എന്റെ മകനെ ഒന്ന് യുദ്ധം പഠിപ്പിക്കാൻ അംഗമുറകൾ പഠിപ്പിക്കുന്നതിന് വേണ്ടി ഞാൻ ഒരുപാട് പ്രോത്സാഹിപ്പിച്ചു. ഇപ്പൊ നമ്മൾ നല്ല നിലയിലാണ്. നമുക്കൊരു ദിവസം 2 പേരെങ്കിലും ഇവിടെ കൊണ്ട് യുദ്ധം നടത്തിയാൽ മാത്രമേ ഒരു സന്തോഷം അങ്ങോട്ട് ഉണ്ടാകുള്ളൂ. അതുകൊണ്ട് ഇന്ന് അംഗത്തിന് ഒരാളെയും കൊണ്ട് എന്റെ മകൻ വരും. അംഗത്തിന് വരുന്നവൻ ഏത് വങ്കനാണോ എന്ന് എനിക്കറിയില്ല. വന്നാ മതി. സന്ധ്യ പൂത്തതിവിടെ ആഹാദിസർഗതാളമാർന്നതിവിടെ. എന്ത് നാം യുദ്ധഭൂമിയിൽ നിന്ന് കൊണ്ടുവന്ന റോസാപ്പൂവും ചെടിയും എവിടെ? ഇന്നലെ പാതിരാത്രിക്ക് ആരോ യുദ്ധത്തിന് വരുന്നെന്നും പറഞ്ഞു പേടിച്ച് സ്വപ്നം കണ്ടിട്ട് ജനൽ വഴി മൂത്രം ഒഴിച്ചപ്പോ ആലോചിക്കണമായിരുന്നു അത് കരിഞ്ഞു പോകുമെന്ന്. ഇന്ന് അംഗത്തിന് എത്ര പേരുണ്ടടാ? ഒരേ ഒരാൾ. പക്ഷെ ഇന്ന് ചോറ് കൂടുതൽ ഉണ്ടാക്കണം. എന്തിന്? എനിക്ക് വയറ് നിറച്ച് വെള്ളം കഴിച്ച് അവരുമായിട്ട് യുദ്ധം ചെയ്യണം. കാരണം എനിക്ക് അവനോട് പക. സാമ്പാർ, കീമ്പാർ, അവിയല്, തോരൻ, കാളൻ, പായസം എല്ലാം ഉണ്ടാക്കണം. എനിക്കിന്ന് വയറ് നിറച്ച് കഴിക്കണം. കാരണം എനിക്ക് അവനോട് പക പക പക. നിനക്ക് അവനോടല്ലടാ പക, വീട്ടിലെ കലത്തിനിരിക്കുന്ന സാമ്പാറിനും ചോറിനോടുമാണ് പക പക പക. അത് വിട്ട് ഇന്ന് അംഗം കുറിക്കുവാൻ വേണ്ടി എന്ത് കാര്യമാണ് നീ ഉണ്ടാക്കിയത്? ടിപ്പു യുദ്ധം. നാട്ടുകാരെ കടന്ന് യുദ്ധം കിടക്കണക്കല്ല, ടിപ്പു സുൽത്താനോടൊക്കെ യുദ്ധം ചെയ്യുന്നേ. അതല്ല പറഞ്ഞത്. പിന്നെ നമ്മുടെ ഈ സോമരസം എന്ന ഷാപ്പില്ലേ, അതെ, അവിടെ ഞാൻ 2 അടിക്കാൻ പോയി. അപ്പം അവിടുത്തെ സപ്ലയറുമായിട്ട് ടിപ്പിന്റെ പേരിൽ 1ഉം 2ഉം പറഞ്ഞ് തർക്കമായി. അപ്പൊ ഇവനോട് ഞാൻ പറഞ്ഞ് ഇതാണ് ടിപ്പു യുദ്ധം. അങ്ങനെ ടിപ്പുത്തെ ഞാൻ സ്ഥാപിച്ചു. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യ്, നമ്മൾ എന്നും അംഗത്തിനെടുക്കുന്ന അടവുകൾ വേണ്ട, നമുക്ക് പരിചയമുട്ട് മതി. അമ്മ ഒരുമാതിരിപ്പെട്ട എല്ലാ അടവുകളും എനിക്കറിയാം. എന്നാ അമ്മച്ചി ഈ പരിചയമുട്ട്? മക്കളെ, നമ്മൾ യുദ്ധത്തിന് പോകുമ്പോൾ ഒരുപാട് പേര് കാണും. അതിൽ പരിചയമുള്ളവരും കാണും, പരിചയമില്ലാത്തവരും കാണും. നമ്മൾ പരിചയമുള്ളവരോട് മുട്ടുന്നത് പരിചയമുട്ട്. ഈ പരിചയമില്ലാത്തവരാണോ? വെട്ടിയൊക്കെ തൊടിച്ചേക്കണം. ഓക്കെ. പിന്നെ നമുക്കെന്നാ ഒരു കാര്യം ചെയ്യാം, ഈ കച്ച അങ്ങ് മുറിക്കേക്കാം. മക്കളെ, യുദ്ധത്തിന് പോകുമ്പോഴും അംഗത്തിന് പോകുമ്പോഴും കച്ച മുറുക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ അപ്പൂപ്പന്റെ ഗതി എങ്ങടെ ആവേ. എന്താണ് എന്റെ അപ്പൂപ്പന് ഉണ്ടായത്? എന്റെ അപ്പൂപ്പൻ എന്ന് പറഞ്ഞ രഥത്തിലെ ഡ്രൈവറായിരുന്നു. കുതിരവണ്ടി ഓടിക്കുന്ന ആള്. കുതിരവണ്ടി ഓടിച്ചോണ്ട് പോയതും കച്ച അങ്ങ് അടിഞ്ഞു. അപ്പൊ അച്ഛൻ വിചാരിച്ചു, കുതിരയുടെ പിടി വിടണോ കച്ച വിടണോ, കുതിരയുടെ പിടി വിടണോ കച്ച വിടണോ. ഇങ്ങനെ ആലോചിച്ചോണ്ടിരുന്ന സമയത്താണ് നിന്റെ അപ്പൂപ്പന്റെ ബുദ്ധി. എന്ത്? കുതിരയുടെ ഇത് പിടിച്ചിട്ട് കച്ചേരി പിടിച്ചില്ല. എന്നിട്ട് നാട്ടുകാർ പെണ്ണുങ്ങളെല്ലാം നോക്കിക്കൊണ്ടിരിക്കല്ലായിരുന്ന. നാണം കൊണ്ട് കണ്ണു പൊത്തിയതും അന്യ ടീമുകൾ വന്ന് വെട്ടിപ്പിടിച്ച് ഒറ്റപ്പെട്ടു. അപ്പൊ കുന്തളിച്ച് മരിച്ചതാ. മാതാശ്രീ, മാതാശ്രീ എന്നോട് പൊറുക്കണം. എന്ത് തെറ്റാ ഉണ്ണി ചെയ്തേ? മാതാശ്രീ അറിയാതെ ഞാനൊരു തെറ്റ് ചെയ്തു. എന്ത് തെറ്റ്? കണ്ണപ്പൻ, ഉണ്ണിയാർച്ച ഇവരെല്ലാം കൂട്ടിച്ചേർത്ത് ഞാനൊരു യുദ്ധ ടൂർണമെന്റ് ഉണ്ടാക്കി. യുദ്ധ ടൂർണമെന്റോ? ഏത് ഗ്രൗണ്ടിൽ? ഗ്രൗണ്ടിലല്ല, പിന്നെ ടർഫില്. ടർഫിലോ? അതാകുമ്പോ 2 ഗുണം. ഈ വാളും പരിചയമൊക്കെ യുദ്ധം കഴിഞ്ഞാൽ അവരെ കാണാൻ നമുക്ക് പെറുക്കിയെടുത്ത് ആക്രിക്ക് കൊടുക്കാം. രണ്ടാമത്തേന്ന് പറഞ്ഞ യുദ്ധം തുടങ്ങി ഇവന്മാരൊക്കെ ഓടത്തില്ല. വലയെ കുടുങ്ങി 8 കാലി കിടക്കുന്നവർ ഇങ്ങനെ ഓട്ടില്ല. അപ്പൊ പിന്നെ അങ്ങോട്ട് ആരംഭിച്ചൊരു ആള് വന്നു കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് യുദ്ധം തുടങ്ങാം. അതിനു മുമ്പ് മാതാശ്രീ, എവിടെ എന്റെ ഉടവാൾ?
അമ്മച്ചിക്ക് ഒരു അബദ്ധം പറ്റിയതാ. എന്നാന്ന്? അപ്പുറത്തെ ദേശത്തെ രാജകുമാരിയും തോഴിമാരും തൊഴിലുറപ്പിന് ഇതിലേ വരികയായിരുന്നു. എന്റെ അടുത്ത് പറഞ്ഞു കാട് വെട്ടാൻ വെട്ടുകത്തിയില്ല, എന്തെങ്കിലും തരാൻ. വാളെടുത്ത് ഞാൻ അങ്ങ് കൊടുത്തു. വാളെടുത്ത് കൊടുത്ത്. ഓ എന്താ മോനെ? എന്റെ ഓണവാളെടുത്ത് ആണ്ട തൊഴിലുറപ്പിന് കൊടുത്തേക്കുന്നത്. ഇന്ന് അവൻ വരുമ്പോ എന്റെ തല പൈനാപ്പിൾ വെട്ടുന്ന പോലെ വെട്ടാ. ആ ഇരിക്കുന്ന വാളെടുത്ത് വീശടാ. മഹാരാഷ്ട്രീ ഞാൻ വല്ല വിളിച്ചു പറയും കേട്ടോ. ഇത് വാളല്ല, വാളിന്റെ പിടി മാത്രമേ ഉള്ളൂ. എന്തിനാ വാളില്ലാത്ത പിടിയും കൊണ്ട് നടക്കുന്നേ? ഞാനും ഒരു ചേകവനല്ലേ. സമൂഹത്തിൽ ഇറങ്ങുമ്പോ അവര് പറയത്തില്ല അയ്യ അവൻ ചേകവനല്ലെന്ന്. അതിനു വേണ്ടി ഒരു ഷോയ്ക്ക് കൊണ്ട് നടത്തുന്നത്. അങ്ങനെ ഭഗവാനെ. മോനെ എന്നെ ഈ മാനത്തോട്ട് നോക്കുന്നേ. അവൻ മാനത്തെങ്ങാനം വന്നതാണോ എന്ന് അറിയാൻ വേണ്ടി. കാരണം ഭൂമിയിൽ ഇങ്ങനെ ഒന്നും കാണത്തില്ലല്ലോ. ചുമ്മാ അയാൾ കളിയാക്കരുത്. ഞാൻ മറ്റേ പറഞ്ഞില്ലേ ടിപ്പുവിന്റെ യുദ്ധം. അതാണ് ഇത്. ഈ പുള്ളിയാട്ടം കുറ്റം വലിയ ചേകവരാ. തലകറങ്ങി തലയിൽ വീഴാതിരിക്കാൻ വേണ്ടി ആയിരിക്കും ആള് കുത്തിപ്പിടിച്ച് വെച്ചിരിക്കണേ. അതെ, അമ്മയും മകനും കേൾക്കാൻ വേണ്ടി പറയുകയാണ്. പെട്ടെന്ന് അംഗം തുടങ്ങണം, എന്നിട്ട് എനിക്ക് പോണം. അംഗം നടക്കുമെന്ന് തോന്നുന്നില്ല. അതിനമ്മ ഇത് പറഞ്ഞപ്പോ തന്നെ ഉള്ള ആരോഗ്യം അങ്ങ് തീർന്നു. അംഗം വെട്ടായി അങ്ങനെ തന്നെ കളിയാക്കല്ലേ. എന്നെ ശരിക്കും നിങ്ങൾക്ക് അറിയില്ല. വേറെ തുണിയുണ്ടോ? ഇല്ല. കോട്ടൺ തുണിയുണ്ടോ? ഇല്ല. ഈ ഡെറ്റോള് പഞ്ഞിൽ മുക്കിയ പഞ്ഞിയുണ്ടോ? ഇല്ല. ഇവിടെ അടുത്തെവിടെയെങ്കിലും വൈദ്യശാലയുണ്ടോ? ഒന്നുമില്ല. എന്തിനാണ് അവോ? ഇത് ഏതില്ലത്തേടാ? കണ്ടാ അറിഞ്ഞൂടാ അമ്മ ഏതോ ഇല്ലാത്തടത്തെയാന്ന്. അതെ, നിങ്ങൾ രണ്ടുപേരും എന്നെ അങ്ങനെ പരിഹസിക്കരുത്. നാം മേമനയില്ലാത്ത ആളാണ്. അപ്പൊ മേമനല്ലത്തെ വാമനൻ നമ്പൂതിരിയുടെ ആരായിട്ട് ഇങ്ങോട്ട് വരും? അല്ല, ഞാൻ ഈ കണിമംഗലം കൊട്ടാരത്തെ. അപ്പൊ ജഗന്നാഥൻ തമ്പുരാന്റെ ആരായിട്ട് വരും? അല്ല, ഈ വാമനപുരം കൊട്ടാരത്തെ. ദത്തൻ നമ്പൂതിരിയുടെ ആരായിട്ട് വരും? ഛെ, ഈ കിളവി സമ്മതിക്കില്ലല്ലോ. ഇല്ലത്. അതെ, എന്റെ കൊട്ടാരം, ഉണ്ടാക്കിയ കൊട്ടാരം. ഉണ്ടാക്കിയ കൊട്ടാരം? അങ്ങനെ ഒരു കൊട്ടാരം ഉണ്ടോ? ആ, ഞാൻ ഇവിടെ വെച്ച് ഇപ്പൊ ഉണ്ടാക്കിയ കൊട്ടാരം. അതുകൊണ്ട് എനിക്കിട്ട് ഉണ്ടാക്കരുത് കേട്ടാ. താവഴി ഏത് താഴ്വഴിയാണ്? ഇളയരാജത്തായ് വഴി. ഇല്ലത്തിന്റെ മാനം കാക്കാൻ വേണ്ടി നീ അംഗത്തിന് കൊണ്ടുവന്നത് ആരുടാ? സംഗീതത്തിന്റെ കുലപതി. അയ്യോ, സംഗീതത്തിന്റെ കുലപതിയുടെ നാട്ടിൽ തന്നെ കൊണ്ടുവന്നല്ലോ. എന്തോ കുറച്ചേരം ഉണ്ടായിരുന്നേ. ചേകവരെ എനിക്കതങ്ങ് കിട്ടിയില്ല. അതെ, ഈ കുതിരപ്പുറത്തെ യുദ്ധത്തിൽ പോകുന്ന രാജ. ഓ, എന്റെ വൈക്കോൽ തുറു, അത് പഴശ്ശിരാജ. പഴശ്ശിരാജ. അങ്ങനെയാണ് പറയണെങ്കിൽ നമുക്കും ഉണ്ട് കൊട്ടാരമായിട്ടൊരു കാവഴി ബന്ധം. താവഴി ബന്ധമൊന്നല്ലേ? അവിടുന്ന് നിന്റെ അച്ഛൻ പണ്ട് കൊട്ടാരത്തിൽ നിന്ന് കാം ഓടിച്ചപ്പോ അവിടുത്തെ രാജാക്കന്മാർ പിടിച്ച് കെട്ടി. അതാണ് കാവഴി ബന്ധം. അമ്മച്ചി പറഞ്ഞോ? സത്യമാ? സത്യമാണല്ലേ? എന്നെ കുറിച്ച് പാണൻ എന്തെല്ലാം പാട്ട് അറിയാവോ? പറഞ്ഞു കൊടുക്കാൻ പറ്റി. പാണന്റെ പാട്ടിലങ്ങും താളം തുള്ളും പെണ്ണ്, കളത്തിൻ ചുവടു വെക്കും താളം തുള്ളും പെണ്ണ്. പഞ്ചാരി ഇത് ജോസഫിന്റെ പാട്ടല്ലേ? എങ്ങനെയെങ്കിലും കൊട്ടാരത്തിന്റെ കാര്യം പറഞ്ഞ് കേറി പോകുമ്പോ അമ്മ ജോസഫിനെ കൊണ്ടുവന്നിരിക്കുന്നു. അതെ, എന്റെ അമ്മ പറഞ്ഞ സത്യമാ. ജോസഫ് പാണൻ അമ്മയെ പറ്റി ഇങ്ങനെയാണ് പാടി നടക്കുന്നത്. പിന്നെ ഞങ്ങളെ എന്ന് വെച്ചാൽ യുദ്ധ പാരമ്പര്യമുള്ള കുടുംബമാണ്. അതെ, അങ്ങോട്ട് നോക്കൂ. ആ തലയോട്ടി കണ്ടോ? അത് ആരുടെയാണെന്നറിയാമോ? ഇല്ല. യുദ്ധവീരനായ ബ്രിട്ടീഷ് പ്രഭുവിന്റെ തലയോട്ടിയാത്. ആണല്ലേ? ആ, അതിന്റെ അടുത്ത് ചെറിയ തലയോട്ടി ആരാ? അത് പുള്ളിയുടെ ചെറുപ്പത്തിലുള്ള തലയോട്ടി. അപ്പൊ ഒരാൾക്ക് രണ്ട് തലയോട്ടിയാ? അത് ഈ തലമുറകൾ മാറി വരുമ്പോ തലയോട്ടികൾ മാറുമല്ലോ. അതാണല്ലോ അതിന്റെ ഒരു ഇത്. പണ്ട് കാലത്ത് ഇവിടെ ഒരുപാട് ദേവദാസികൾ വന്ന് നൃത്തം ചെയ്തിട്ടുണ്ട്. ഉർവശി, മേനക, സിലോപ്പി. നമുക്ക് അംഗം ആരംഭിക്കാം. പിന്നെ ഈ അംഗം മണിക്കൂറുകളോളം നിൽക്കും. പക്ഷെ അതിനു മുമ്പ് ഭക്ഷണം കൊണ്ടുവരണം. അയ്യോ, ഇവിടെ
ദോശ, പുട്ട്, കൊഴുക്കട്ട മാത്രമേ ഉണ്ടാക്കുള്ളൂ. ഇഡ്ഡലി ഉണ്ടാക്കാറില്ലേ? അയ്യോ അതെന്താ? ആകെ ഉള്ള ഇഡ്ഡലി തട്ടം ചെറുക്ക എടുത്തോണ്ട് യുദ്ധത്തിന് പോകും. കൊണ്ടുവന്നാലായി, ഇല്ലെങ്കിലായി. അതുകൊണ്ട് എന്നാലാവുന്നത് ഉള്ളത് കൊണ്ട് ഞാൻ എന്തെങ്കിലും അങ്ങ് ചെയ്തിടാം. സുമരുടെ മൂന്നല്ല കുട്ടി എന്നെ. ദൈവമേ, ഈ പുഴയും കടന്ന സിനിമയിലെ മുത്തശ്ശി നടന്ന് അവിടെ ചെല്ലുമ്പോ ചൂട് ചോറ് കഞ്ഞിയാവൂലോ. എടാ ഇന്ന് നിന്നെ ഞാൻ ഇവിടെ വെട്ടി വീഴ്ത്തോടാ. ഓ ആഹാ. ഓ, 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 പിന്നെ ഓ, പിന്നെ പിന്നെ ഓ, പിന്നെ എന്നെ ഇവിടെ വെട്ടി വീഴ്ത്തും. ആര് നീയോ? ഞാനാ. എടാ നടന്നിന്റെ ആദ്യം നീ വെല്ലം കഴിച്ചിട്ട് ആഹാരം ഉണ്ടാക്കാൻ നോക്കണം, ഇല്ല നീ ചത്തുപോകും നീ. എടാ നീ എന്റെ അടുത്ത് ടിപ്പ് ചോദിച്ചപ്പോ തരാത്തോണ്ട് നീ എന്റെ മുഖത്തൊക്കെ നീ യുദ്ധം പ്രഖ്യാപിച്ചില്ലടാ. യുദ്ധം പ്രഖ്യാപിച്ചു. എടാ, ഞാൻ ആഹാരം കഴിക്കും, നിന്റെ തല വെട്ടി അരിഞ്ഞിടും ഞാൻ. നിന്റെ കിറുക്കിട്ട് ഞാൻ കുത്തുവല്ലോ. ഇല്ല, നീ ഉണ്ടാക്കണ്ടേ. ചേകവാ, ഓ ഭോജനം കഴിഞ്ഞിട്ടാകാം. ഓ ആവാം. ഇരിക്കാം. ഭഗവാനേ. ഭഗവാനേ. ഇരിക്ക. ആ, അമ്മേ. ആ. അപ്പോ കഴിക്കട്ടെ. ഉം, ദൈവം അനുഗ്രഹിക്കും. അതെ. ഈശ്വര കൈ കഴുകുന്നില്ലേ? കൈ കഴുകിട്ടില്ലേ നമ്മുടെ യുദ്ധമായാലും ഭക്ഷണമായാലും മലിനജലം അകത്തോട്ട് പോകും. അതുകൊണ്ട് നമ്മൾ ഭക്ഷണം കഴിക്കണം. അല്ല, ഞാൻ കൈ കഴുകി. കഴിയായിരുന്നോ? കഴുകി. കഴി. അതെ, ഓ. ദൈവം അനുഗ്രഹിക്കും. എന്റെ മോനോട് അംഗം ചെയ്യാനുള്ളതല്ലേ? ഈശ്വര അയ്യോ, ദിശ മാറി കേട്ടോ. സാധാരണ നമ്മള് കിഴക്ക് വശത്ത് അങ്ങനെ ഭക്ഷണം കൊടുക്കില്ല. ഒന്ന് ഇങ്ങോട്ട് കിഴക്കോട്ട് കഴിക്കണില്ലേ? തരണില്ല. ഇരിക്ക. അപ്പോ ഓ. ദൈവം അനുഗ്രഹിക്കും. ഉം. പണ്ടതുപോലെ അക്കത്തിന് ആരെങ്കിലും വരുമ്പോ ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് എന്റെ ഏട്ടനെ കാണാൻ വേണ്ടി ഒരു കാക്ക അവിടെ വന്ന് നിൽക്കുമായിരുന്നു. ആദ്യം കാക്കയ്ക്ക് കൊടുത്തിട്ട് പോരെ ഒരു നേരത്തെ ഉരുള. കഴിക്കണില്ലേ? തരണില്ല. ഇത് എന്താ ഇത്, കഴിക്കണില്ലേ? ഒരു വീട്ടിൽ വന്നിട്ട് അംഗം തുടങ്ങാൻ വേണ്ടി കഴിക്കണ്ടേ? കഴിക്കണ്ടേ നമ്മള്? കഴിക്കോ? ആഹാരം കൊടുത്തപ്പോ കോക്കാമ്പിച്ച് കഴിക്കാതെ യുദ്ധം ചെയ്താൽ മതിയോ? എനിക്ക് ഇനി ആഹാരം വേണ്ട. വാ. കഴിക്കണില്ലേ? തരണില്ല. ഏ? വാ, യുദ്ധം തുടങ്ങാം. ആഹാ. ഇന്ന് നിന്നെ ആഹാ. ഇവിടെ യുദ്ധം. ഇന്ന് നിന്നെ മാതാശ്രീ, പിതൃക്കന്മാരെ മനസ്സിൽ ധ്യാനിച്ച് ഗുരുക്കന്മാരെ ധ്യാനിച്ച് ഇന്നത്തെ അംഗം തുടരുന്നു തുടരുന്നു തുടരുന്നു. ഉടപാട് തരിക. ഈശ്വര കത്തുകളുണ്ട്. എടാ ഓലപ്പിപ്പി വാടാ. ഇതാടാ നിന്നെ ഇന്ന് ഞാൻ. യുദ്ധം തുടങ്ങട്ടെ. ആ, വാ, വാ, വാ. നിന്നെ ഇടതുമാരി വലത്, ഇടതുമാരി വലത്തുരിഞ്ഞ് വെട്ടി വെട്ടി ചാട്ടുന്നു. ചവിട്ടുമണി മണി ചവിട്ടണം. ഇത് കള്ളച്ചോറ. ഇത് കള്ളച്ചോറ. അല്ല. ഇത് കള്ളച്ചോറ. അല്ലല്ല. ഇത് കള്ളച്ചോറ. അല്ല, നീയാണ് കള്ളച്ചോറ. ഇത് കള്ളച്ചോറ. അല്ല. അല്ല. നീ എടാ, നിന്നെ ഞാൻ ഇത് യുദ്ധമുറക്കുള്ളതാണോ? ഇത് ചെയ്തത് ശരിയാണോ? എന്റെ ഉടപ്രധാൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ആ എങ്കിൽ ഞാൻ മാക്കനെ കുടിച്ചേനെ. എന്തോന്ന് അടപ്രഥവൻ ഉടപ്രധാനല്ല, ഉടപ്രധാൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഉണ്ടായിരുന്നെങ്കിൽ യുദ്ധം എന്നോടാവാം. അയ്യോ എന്നോടാവാന്ന്. അതെ, ഞങ്ങൾ ആണുങ്ങളോടാണ് യുദ്ധം, പെണ്ണുങ്ങൾ യുദ്ധം ചെയ്യാൻ പാടില്ല. പാങ്ങട്ടെ. യുദ്ധം തുടങ്ങട്ടെ. അമ്മ യുദ്ധം ചെയ്തേ. അയ്യോ, ഞാൻ കൈകൊട്ടി കളിയില്ലാത്തോ പേരിക്കും ഒന്നുകൂടെ. അയ്യോ, ഉദയഗിരി കോട്ടയിലെ ചിത്രലേഖേ, ഉർവശിച്ചമയുന്നൊരു ചന്ദ്രലേഖേ, ഉഷയെവിടെ സഖിയുഷയെവിടെ, ഉഷസ്സെവിടെ. മക്കളെടാ, പിടിയടാ ഇതിനാ. എന്തിന്? ഇതിനെ ഏതെങ്കിലും അയ്യത്തോണ്ട് കളയടാ. അയ്യേ. ദം ദം ദര ദര ദം ദം ദര ദര ദം ദം ദര ദര
നല്ലൊരു കൈയടി തിരിച്ചേട്ടാ. അതിഗംഭീരം. കാരണം ഈ വടക്കം പാട്ട് എന്ന് പറയുന്നത് ഒരുപാട് തവണ ഉപയോഗിച്ചിട്ടുള്ളതാണ്. പക്ഷെ അതിൽ നിന്നും മാറ്റി പിടിക്കുക എന്ന് പറഞ്ഞാൽ അത് ശംഭു കണ്ടത് നയിച്ചത്. കാരണം ശംഭുവിൻ്റെ ഈ ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്. അതായത് ഈ വടക്കം പാട്ടിലെ സ്ത്രീ ഇടയ്ക്ക് മറ്റേ കുറ്റിമൂടാവുന്നുണ്ട്. പിന്നെ പുതിയ രീതി, അതായത് നിങ്ങൾ പ്രസന്റ് തുടങ്ങുന്നത് തന്നെ പുതുമയുള്ള രീതിയിലായിരുന്നു. ആ അനൗൺസ്മെന്റ് മുതൽ അത് കഴിഞ്ഞിട്ട് ക്യാരക്ടറിനെ കുറിച്ച് പറയുന്നുണ്ട് ശംഭു. അത് നല്ല ക്ലാരിഫിക്കേഷൻ ആയിരുന്നു കേട്ടോ. കാരണം ആ സ്ലാപ്സ്റ്റിക് ടൈമിങ് കിട്ടുക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല. അത് കട്ട് ചെയ്തൊക്കെ എടുക്കേണ്ട സംഭവമാണ്. അത് നിങ്ങൾ അസാധ്യമായിട്ട് ചെയ്തു. ശംഭുവിൻ്റെ ഈ ക്ലാരിഫിക്കേഷനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഈ ഷാജി കൈലാസ് സാറിൻ്റെ ഒക്കെ പടത്തിൽ വരാൻ പോകുന്ന ഒരു SP-നെ കുറിച്ചൊക്കെ ഗണേശേട്ടനൊക്കെ പറയാറുണ്ട്, ഇയാൾ അവിടെ പ്രൊബേഷൻ കഴിഞ്ഞു. അതുപോലെ നല്ല ക്ലാരിറ്റി ഉണ്ടായിരുന്നു ആരാണ് വരാൻ പോകണമെന്നുള്ളത്. ഗംഭീരമായിരുന്നു, അത്രേ പറയാനുള്ളൂ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മണിക്കുട്ടാ. ആദ്യം പറഞ്ഞതുപോലെ ലോജിക് ഇല്ലാത്ത മാജിക് ആയിരുന്നു. കൗണ്ടറുകളൊക്കെ ഈ പറയുന്ന പോലെ ചെറിയ ചെറിയ സംഭവങ്ങളാണ്, അതായത് മൈന്യൂട്ടായിട്ടുള്ള കൗണ്ടറാണ്. പക്ഷെ നിങ്ങളുടെ പ്ലേ ഉണ്ടല്ലോ, അതായിരുന്നു ഗംഭീരം. താങ്ക് യു സാർ. അംഗം വെട്ടുകയായിരുന്നു. കാരണം യുദ്ധം തുടങ്ങി കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, സജീവായി നിങ്ങൾ എയറിലാണ്. അത് നിങ്ങളുടെ പ്ലേ ആയിരുന്നു. ഇതിലെ കൗണ്ടേഴ്സ് എനിക്ക് ഒരുപാടൊന്നും പറയാനില്ല, ചെറിയ ചെറിയ സംഭവങ്ങളാണ്. പക്ഷെ പ്ലേ ചെയ്ത് മൂന്നുപേരും ഗംഭീരമാക്കി. അതിനൊരു സ്പെഷ്യൽ ഗൈഡ് തന്നേ പറ്റുള്ളൂ. എനിവേ താങ്ക് യു, ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തു. താങ്ക് യു. നസീർക്ക, നിങ്ങൾ മൂന്നുപേര് ഫസ്റ്റ് ടൈം ആണോ? അതെ. നല്ല ഇരുത്തം വന്ന 3 പേരിൽ നിന്ന് ചെയ്യുന്ന ഫീലിംഗ് ആയിരുന്നു. എന്താ ടൈമിങ്, ഭയങ്കര ടൈമിംഗ് ആയിരുന്നു. നല്ലൊരു സ്ക്രിപ്റ്റ്. കാര്യം ഒരുപാട് വടക്കൻ കഥകൾ നമ്മുടെ ഈ വേദിയിൽ അങ്ങനെ വന്നിട്ടില്ല. 2 or 3 എണ്ണം, ഇതുകൂടെ കൂട്ടി 3 ആണെന്ന് തോന്നുന്നു. 3 എണ്ണം ഏതാണ്ടേ വന്നിട്ടുള്ളൂ. പക്ഷേ ഉള്ളത് നിങ്ങൾ നല്ല വൃത്തിയായിട്ടും മെനയായിട്ടും അതിൻ്റെ സ്ക്രിപ്റ്റ് വർക്ക് ചെയ്തു. അതിൻ്റെ ഗുണം കാണാറുണ്ട്. അതേപോലെ തന്നെ ആ സ്ക്രിപ്റ്റിനൊപ്പം തന്നെ നിങ്ങൾ റിഹേഴ്സലും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒരു സ്ഥലത്ത് പോലും ഒരു പോയിന്റിന് പോലും ഒരു ഡിലേ വരാത്തതും അതും ഇതുമൊക്കെ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്തത്. അല്ലെങ്കിൽ ഏതേലും ഒരു സ്ഥലത്ത് നമുക്ക് എന്തെങ്കിലും കണ്ടുപിടിക്കാൻ ഒരു കാരണം ഉണ്ടാവുമല്ലോ. അതേപോലെ തന്നെ ആ ചോറിൻ്റെ സാധനം അത് കയ്യിൽ നിന്ന് പോകേണ്ട സാധനമാണ്. പക്ഷെ നിങ്ങളത് ഓടിച്ചിട്ട് പിടിച്ചു. അത് നിങ്ങൾ ആ കളിയുടെയും ആ നോട്ടത്തിൻ്റെ അതവിടെ ഒന്നും ഡയലോഗോ കാര്യങ്ങളോ ഒന്നുമില്ല. നിങ്ങളുടെ ആ 3 പേരുടെയും മുഖത്തിൻ്റെ എക്സ്പ്രഷൻ മാത്രമാണ്. പിന്നെ ആ ടൈമിംഗ് ഉണ്ടല്ലോ, ഇരിക്കുന്നതും എണീക്കുന്നതൊക്കെ അതെല്ലാം ഗംഭീരമായിട്ട് ചെയ്തു. 3 പേരും അസാധ്യമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ശംഭുവാണ് ഇത് മൊത്തത്തിൽ ഈ കളരി കൊണ്ടുപോയത് എന്ന് വേണം പറയാൻ. ഓൾ ദി ബെസ്റ്റ്. വെരി ഗുഡ്. താങ്ക് യു. ആരാണ് ആദ്യം മാർക്ക് കൊടുക്കുന്നത്? മണിക്കുട്ടാ. 15,000. 15,000 രൂപ. നല്ലൊരു എമൗണ്ട് ആണ്. ഞാനൊരു 1000 കൂടെ കൂട്ടി ഒരു 16,000 രൂപ കൊടുക്കും. 31,000 രൂപ 2 പേരൂടെ ചേർന്ന് കൊടുത്ത മാർക്ക്. തിരിച്ചേട്ടാ, ഞാൻ ഇവരുടെ കോൺഫിഡൻസിനാണ് കൊടുക്കാൻ പോകുന്നത്. ടോട്ടൽ എമൗണ്ട് 75,000 സിൽവർ പഞ്ച്. അടിപൊളി. ഇപ്പൊ ചെയ്തത് എന്താണ്? അത് ആർച്ചക്കേ ഉള്ളൂ അല്ലേ? എനിക്കില്ല. അല്ലല്ല, അവിടെ കൊടുത്തില്ല, ഇവിടെ കൊടുത്തു. ഏറ്റവും വലിയ അതിന് ശമ്പണ്ണാണ് സഹായിച്ചത്. ഇന്നലെ രാത്രി ഇരുന്നാണെങ്കിലും സ്കിറ്റ് ഞങ്ങളെ രണ്ടുപേരെയും വിളിച്ചിരുത്തി ഒരുപാട് തവണ തെറ്റിപ്പോകുമ്പോഴെല്ലാം പറഞ്ഞു തന്നു. ഇപ്പം കയറുന്നതിന് തൊട്ട് മുമ്പേ ആണെങ്കിൽ പോലും ഞങ്ങൾ തമ്മിൽ ചെറിയൊരു പിണക്കം വരെ ഉണ്ടായി എൻ്റെ പേരിൽ. അപ്പം അപ്പോഴും പിണക്കം പറഞ്ഞു, വാ ചെയ്യാം വാ, അങ്ങനെ പറഞ്ഞ് വിളിച്ചുകൊണ്ടാണ് ശമ്പണ്ണൻ. അപ്പോൾ എനിക്ക് ആദ്യം നന്ദി പറയാനുള്ളത് ശമ്പണ്ണനോടാണ്. എനിക്ക് ഇങ്ങനെ ഒരു സിൽവർ പഞ്ച് ഇവിടെ വീണിട്ടുണ്ടെങ്കിൽ അത് ശമ്പണ്ണൻ്റെ ഒരു ഹാർഡ് വർക്കാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഓരോ സ്കിറ്റ് താന്നു പോകുമ്പോഴും എനിക്ക് മനസ്സിൽ ഇനി അവസരങ്ങൾ കിട്ടില്ല, തീർന്നു എന്ന് തോന്നിയെങ്കിലും വീണ്ടും അർജു സാറും ഇവിടുത്തെ ഗ്രൂമേഴ്സും എല്ലാം എനിക്ക് വീണ്ടും ഒരു അവസരം തന്നു. നിങ്ങൾ 2,000 രൂപ വെച്ചൊന്ന് പോയവരല്ലേ ഏറ്റവും ലോയില്. പിന്നെ തിരിച്ചു വന്ന് നിങ്ങൾ അടിച്ചത് എത്രയായിരുന്നു? ഇതുപോലെ സിൽവർ അല്ലായിരുന്നു. അപ്പൊ അതിന് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ തന്നെ പണിയണം. അതാണ് വേണ്ടത്. അടിപൊളി. അങ്ങനെ ഇങ്ങനെ തന്നെ പോട്ടെ. ശമ്പൂർണ്ണ തങ്കച്ചി, ആർച്ചല്ലോ തങ്കച്ചിയല്ലേ? അല്ല, എനിക്ക് ഒരുപാട് നന്ദി. എനിക്ക് പറയാനുള്ള രാജേഷ് പാണവള്ളി, ശശാങ്കൻ, ഇവർ രണ്ടുപേരും എന്നെ ഒരുപാട് സഹായിച്ചിരുന്നു. അതെ അതെ. കാരണം പെട്ടെന്നൊരു കണ്ടന്റ് പറഞ്ഞപ്പം ആ കൗണ്ടറുകൾ ശശാങ്കൻ തന്നു, പാണവള്ളിയും തന്നു. ബാക്കിയുള്ള റൂട്ടോട് നമ്മൾ ചെയ്തപ്പോൾ നന്നായി, ഒരു സന്തോഷം. ചേട്ടാ, ശംഭുവിൻ്റെ കൂടെ ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ ഈ ഫ്ലോറിൽ സ്കിറ്റ് കളിക്കുന്നത്. എനിക്ക് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ്. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ധൈര്യമാണ്. തീർച്ചയായിട്ടും അവൻ്റെ കൂടെ നിൽക്കുമ്പോൾ ടെൻഷൻ എങ്ങനെയും കൊണ്ടുപോകും തീർച്ചയായിട്ടും നമുക്കറിയാം. വളരെ സന്തോഷം. ഇതിൽ നിന്ന് കുറച്ച് പൈസ എടുത്തിട്ടേ ആ മീശ ഒട്ടിക്കാനുള്ളൊരു പശ. നല്ലൊരു പശ. പക്ഷെ നിങ്ങളത് അഡ്ജസ്റ്റ്മെന്റ് ചെയ്തെങ്കിലും അതൊരു ബുദ്ധിമുട്ടായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നു. നമുക്കും ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. 2 വാളായിരുന്നു, ഒരു കൈ ഇതും. വാളുകൊണ്ട് ഇവിടെ മുറിയുകയും ചെയ്ത് ചോരയും വരുന്ന ഒരു ചേകവന്റെ വിഷമം. അല്ല, എന്റെ പേടിയെന്ന് പറയട്ടെ, മറ്റേ കുതിരക്കാരൻ പോയതുപോലെ 2 കൈയും വിട്ടുകളയോ എന്നുള്ളതാണ്. എന്തായാലും
ഉഷാറായിരുന്നു. ഒരു പുതിയ കോംബോ ചെയ്ത ആദ്യത്തെ സ്കിറ്റ് തന്നെ സിൽവർ പഞ്ച് ഇങ്ങനെ തന്നെ പോട്ടെ. സിൽവർ ഗോൾഡ് ചറവറ അടിക്കട്ടെ സഹിച്ചേട്ടാ. ഉഷാറാവട്ടെ. ഓക്കെ ശരി, അടുത്ത യുദ്ധത്തിന് കാണാം. ഓക്കെ ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ. അടുത്ത ടീം റെഡിയാണ്, അടുത്ത സ്കിറ്റും റെഡിയാണ്. റെഡിയാണെങ്കിൽ സന്ധി ചേച്ചിയുണ്ട്. ഒരു ഇടവേളയ്ക്ക് ശേഷം മനു കുമ്പാരിയും ഉണ്ട്. ബിജു വർഗീസ് ചേട്ടനുണ്ട്. ഒരു നല്ല ഗൈഡ്. ദൈവമേ, ലോകത്തുള്ള ഒരു പഞ്ചായത്ത് മെമ്പറിനും ഇങ്ങനൊരു അവസ്ഥ ഉണ്ടാകരുത്. ഇന്ന് സത്യം പറഞ്ഞ ഇലക്ഷൻ ആയിരുന്നു. ഇലക്ഷനും കഴിഞ്ഞ് എല്ലാവരും അങ്ങ് പോയി. ഞാൻ ഇവിടുത്തെ വാർഡ് മെമ്പർ ആണല്ലോ. ഈ രാത്രി 11 മണി സമയത്ത് ഞാനും എൻ്റെ വാർഡിലെ ഈ നിൽക്കുന്ന ഈ ഓമനയും കൂടെ ഇവിടെ നിൽക്കുന്നത് കണ്ടാൽ നാട്ടുകാർ എന്നെ കുറിച്ച് എന്തോ വിചാരിക്കും. ഓരോന്നും ചെയ്ത് കൂട്ടുമ്പോ ആലോചിക്കണമായിരുന്നു ഇങ്ങനെയൊക്കെ. എന്റെ പൊന്നോമനെ ഒന്ന് പതുക്കെ സംസാരിക്കും, നാട്ടുകാർ കേൾക്കും. പതുക്കെ പറയാൻ എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് എന്റെ സ്വഭാവം മാറ്റിക്കല്. ഈ അലാറ ഓമന ആരാണെന്ന് നിനക്ക് അറിഞ്ഞൂടാ. എന്നെ അങ്ങനെ പറ്റിക്കാൻ ആരും വിചാരിക്കണ്ട. ഓ, ഇത് അലാറ ഓമനയല്ല, ഇത് അലറൽ ഓമനയാണ്. ഒന്ന് പതുക്കെ സംസാരിക്കാൻ. നാട്ടുകാർ കേട്ട് കഴിഞ്ഞ എന്റെ അവസ്ഥ ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഞാൻ എന്തോ തെറ്റാ ചെയ്തത്? ഇന്നിവിടെ പഞ്ചായത്ത് ഇലക്ഷൻ തന്നെ. അത് ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു. മര്യാദക്ക് വീട്ടിൽ ഇരുന്ന് 80 വയസ്സുള്ള എന്റെ അമ്മുമ്മേ ഇന്ന് ഇലക്ഷൻ ആണ്, ഒരു വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് വിളിച്ചിറക്കി കൊണ്ട് പോയത് നിങ്ങൾ തന്നെ. അത് പിന്നെ നമുക്ക് ഓരോ വോട്ടും വിലപ്പെട്ടതാണല്ലോ, അതുകൊണ്ട് ഞാൻ വിളിച്ചിറക്കിക്കൊണ്ട് വന്നു. അതിനിപ്പോ എന്താണ്? വിളിച്ചിറക്കിക്കൊണ്ട് പോയിട്ട് അവരെ വോട്ട് കഴിഞ്ഞിട്ട് എവിടെ തള്ളിക്കളഞ്ഞിട്ട് നിങ്ങളെ പാട് നോക്കി പോയി. ഈ തിക്കും തിരക്കിന്റെ ഇടയിൽ നിങ്ങൾ എന്റെ അമ്മച്ചിയെ കണ്ണും കെട്ടി കറക്കി വിട്ട്. ഓമന എന്താ പറഞ്ഞത്? ഒരു രാഷ്ട്രീയ പ്രവർത്തനെ കുറിച്ചാണ് ഓമന പറയുന്നത്. ചെയ്യാത്ത കാര്യത്തെ കുറിച്ച് ഓമന പറയരുത്. ഓമന ഒരിക്കലും കറക്കി വിട്ടു എന്നുള്ള സത്യമാണ്. കണ്ണു കെട്ടിട്ടില്ല. ഇനി ഞാൻ എന്തോന്ന് ചെയ്യൂ? അവനെ സംഭവം ഒരു 11 മണി കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെയെങ്ങും വേറെ ആരും ഇല്ല. നിനക്കാണെന്നുണ്ടെങ്കിൽ നിന്റെ അമ്മുമ്മയെ കാണാത്തൊരു ടെൻഷനുണ്ട്. എനിക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ നിൽക്കാൻ നേരത്ത് ആരെങ്കിലും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ രാഷ്ട്രീയ ഭാവി എന്താവും എന്നുള്ള ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഈ ടെൻഷൻ മാറാൻ വേണ്ടിയിട്ട് നമുക്ക് രണ്ടുപേർക്കും കൂടെ എങ്ങോട്ട് നമുക്ക് രണ്ടുപേർക്കും കൂടെ ഇവിടെ എവിടെയെങ്കിലും ഒക്കെ തപ്പി അമ്മുമ്മ ഇവിടെ ഉണ്ടോന്ന് നോക്കാന്ന് അത് പറയാനായിട്ട് വന്നതല്ലേ. പിന്നെ ഓമനെ ഒരു കാര്യം ഞാൻ പറയുവാണ്. എന്താ? സൂക്ഷിച്ചും കണ്ടൊക്കെ ഇവിടെ നടക്കണം. ഇവിടെ മൊത്തം പാമ്പേഴ്സാണ്. കൊച്ചു കുട്ടികളൊക്കെ പഠിക്കുന്ന സ്കൂളല്ലേ, പാമ്പേഴ്സ് ഒക്കെ കാണും. ആ പാമ്പേഴ്സ് അല്ല, പാമ്പേഴ്സ് മൊത്തം പാമ്പുകളാണ്. നോക്കി നടന്നില്ലെങ്കിൽ ചവിട്ടും, അത് നമ്മളെ കടിക്കും. കാട്ടിലല്ലേ പാമ്പുള്ളത്, സ്കൂളിലാണോ പാമ്പുള്ളത്? എന്റെ ഓമനെ ഈ പത്രവും TV ഒന്നും കാണാറില്ലേ? ഇപ്പൊ കാട്ടിലും മേട്ടിലും ഉള്ളതിനെക്കാട്ടിലും കൂടുതൽ സ്കൂളിലെ ക്ലാസ് റൂമിലും കഞ്ഞിപ്പരയിലുമാണ് പാമ്പുള്ളത്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഓമനെ. ദൈവമേ, ഈ പാതിരാത്രി ഈ സമയത്ത് നിങ്ങൾ ഒരു ആണിന്റെ കൂടെ ഈ കുലസ്ത്രീയായി എന്നെ കണ്ട നാട്ടുകാർ എന്ത് വിചാരിക്കും? കുലസ്ത്രീ ചന്തയിൽ കൊലക്കച്ചവടം നടത്താൻ എന്നെ വേണ്ട, സിനിമാ നടി അനുശ്രീ എന്ന് വിളിക്കാം. അയ്യോ, നാളെ കൊച്ചാപ്പനും മക്കൾ അമ്മച്ചി എവിടെയെന്ന് ചോദിച്ചു വരുമ്പോ ഞാൻ എന്തോന്ന് സമാധാനം പറയും? അയ്യോ, ഇതൊക്കെ ആലോചിച്ചിട്ട് എനിക്ക് ടെൻഷൻ തന്നെ. ടെൻഷൻ എന്നല്ല പറയേണ്ടത്, പെൻഷൻ. ആ അമ്മച്ചിക്ക് കിട്ടുന്ന 12,000 രൂപ പെൻഷന് വേണ്ടിട്ടല്ലേ നീ അമ്മച്ചിന്റെ കള്ള സ്നേഹം കൊണ്ട് നടക്കുന്നത്? 12,000 വരെ പെൻഷനൊക്കെ ശരി തന്നെ. പക്ഷേ നിങ്ങൾ എന്റെ അമ്മച്ചിയുടെ വായിരിക്കണ കണ്ടിട്ടുണ്ടാ? വായിരിക്കുന്നത് കണ്ടിട്ടില്ല, കൊണ്ടുവരുന്ന വഴിക്ക് വായിരിക്കുന്നത് കേട്ട്. പൊന്നോ, എന്നാ തെറിയാ എന്നെ വിളിച്ചതെറിയാവോ? ഇതിനു മാത്രം വെറൈറ്റി കണ്ടന്റ് ഈ വയസ്സാം കാലത്ത് ഇത് എവിടുന്ന് കിട്ടിയെന്നിരിക്കറിഞ്ഞൂടാ. എന്റെ അമ്മച്ചിയുടെ ഒരു രഹസ്യം ഞാൻ പറയട്ടാ. പാതിരാത്രിക്ക് എന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയപ്പോഴത്തേക്ക് എനിക്കറിയാം ഒരു സമയം കഴിയുമ്പോൾ നീ റൂട്ടിലേക്ക് വരുമെന്ന്. അതല്ല, വേറെ ആരടുത്തും പറഞ്ഞില്ലെങ്കിലേ ആ രഹസ്യം ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം. എന്തുവാ? എന്റെ അമ്മച്ചിനെ വായിക്കാത്തേ 2 സ്വർണ്ണ പല്ലുണ്ട് മെമ്പറേ. എന്നാ ഉണ്ടെന്ന്? 2 സ്വർണ്ണ പല്ല്. സ്വർണ്ണപ്പല്ലായിരുന്നു അത്. ഞാൻ വിചാരിച്ചു വായിക്കകത്ത് കപ്പലട്ടി വിട്ടായി കടിച്ചു പിടിച്ചേക്കുവാണെന്ന്. മെമ്പറേ, അമ്മച്ചി എവിടെ? അമ്മച്ചിയെ നോക്ക്, വെറുതെ നോക്ക്. എന്റെ ഓമനെ ഇങ്ങനെ നോക്കി നിൽക്കാതെ അമ്മച്ചി എവിടെ നോക്ക്. സ്വർണ്ണപ്പല്ല് കാണണ്ടേ? മെമ്പറേ, അറിഞ്ഞിരുന്ന ഒരെണ്ണം അങ്ങ് അടിച്ചു മാറ്റിക്കൊണ്ട് റൂട്ട് എങ്ങോട്ടാണ് പോണെന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങൾ ആ സ്വർണ്ണപ്പല്ല് എങ്ങനെ ഇന്ന് കണ്ടുപിടിച്ച് തരാൻ പറ്റുമോ? ഇവിടെ സ്വർണ്ണപ്പാളി പോയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല, പിന്നെ ഞാൻ സ്വർണ്ണപ്പല്ല് കണ്ടുപിടിച്ച് തരാനായിട്ട് പോകുന്നത്. നമുക്ക് നോക്കാം ഓമൻ, എങ്ങനെയാന്ന് വെച്ചാൽ നമുക്ക് നോക്കാം. മെമ്പറെ, എനിക്ക് അതൊന്നുമല്ല വിഷയം. എന്റെ അമ്മച്ചിയാണെങ്കിൽ വായും തുറന്നേ കിടന്ന് ഉറങ്ങുള്ളൂ. ആ സ്ത്രീ ഉറങ്ങുന്ന സമയത്തെങ്കിലും ഒന്ന് വാ തുറന്നോട്ടാ. നീ അവരെ കൊണ്ട് വീട്ടിൽ ഇരിക്കാൻ നേരത്ത് വാ തുറപ്പിക്കാനേ സംഭവിക്കാറില്ല. അയ്യോ, അതല്ല, ഈ കളവി എവിടെങ്കിലും പോയി വായും തുറന്ന് ഉറങ്ങിയാലേ ആരെങ്കിലും ഈ പല്ല് അടിച്ചു മാറ്റിക്കൊണ്ട് പോകൂലേ? അത് ശരിയാണ്, അങ്ങനെ ഒരു സാധ്യത ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഉണ്ട്. ഒരു കാര്യം ചെയ്യാം, നമുക്കൊന്ന് തപ്പാം. ഇവിടെ എവിടെയെങ്കിലും അമ്മച്ചി ഉണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാം. പക്ഷെ സ്വർണത്തിന്റെ വിലയാണ് പ്രശ്നം. അടിച്ചോണ്ട് പോയ പണിയാണ്.
ഇപ്പൊ സ്വർണത്തിനൊക്കെ എന്താ വില മെമ്പറേ? 93,000. ഇന്നലെ 92 ആയിരുന്നില്ലേ? എന്റെ ഓമനെ, ഈ സ്വർണത്തിന്റെ വില എപ്പോഴും കേറിയും ഇറങ്ങിയും കേറിയും ഇറങ്ങിയും കേറിയും ഇറങ്ങി. മെമ്പറൊന്ന് അടങ്ങിയിരി. അടങ്ങി. ഓമനക്കത് ഞാൻ പറഞ്ഞത് കറക്റ്റായിട്ട് മനസ്സിലായില്ല. ഇത് മുക്ക് പറ. അതല്ല മുക്ക് കൊണ്ടുവന്നു. ഒരു കാര്യം ചെയ്യാം, ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല, നമുക്ക് അമ്മൂമ്മ എവിടെ ഉണ്ടെന്ന് കണ്ടുപിടിക്കാം. ഇങ്ങനെ തപ്പു മെമ്പറേ. തപ്പി കണ്ടുപിടിക്കാം. അമ്മൂമ്മ എന്നെ കണ്ടെത്തി കിടക്കുന്ന തവളയാണ്. നോക്ക്, ഇവിടെ എവിടെയെങ്കിലും കാണും. ഒന്നിന്റെ പുറകെ ഒളിച്ചിരിക്കുവാണ്. എന്താടാ ഈ കാണണ ഞാൻ ഒന്നാമത് നട്ടപ്പാതിരാത്രി, അതിൻ്റെ ഇടയിൽ കൂടെ സ്കൂൾ പരിസരത്താണെങ്കിൽ ഒരു കുഞ്ഞു പോലും ഇല്ല. ഒരുത്തന് ഒരുത്തി ഇത് കേസ് മറ്റതാണ്. പുഷ്പം പോലീസിന്റെ കയ്യിൽ നിന്ന് വിടൂല. പുഷ്പം പോലീസ് ഇവിടെ ഉണ്ടെങ്കിൽ ഒരു നീതിക്ക് ഞാൻ കൂട്ടിയിരിക്കൂല. അയ്യോ പോലീസ്, നീ എന്തിനാ പോലീസ് എന്ന് പറഞ്ഞ ഓടിയത്? പോലീസിനെ കണ്ട അപ്പം ഞാൻ ഓട് സാറേ, പണ്ടേയുള്ള സ്വഭാവമാണ്. നടക്കൂ പോലീസ് സ്ത്രീ, വരൂ. എന്താ പ്രശ്നം എന്താടേ? അറിയാവോ? പിന്നെ അറിഞ്ഞൂടാത്തത് എന്ത് ചെയ്യുന്നു? ഞാനിവിടെ മീൻ വണ്ടിക്കോട്ടിയിരിക്കുന്നു. യൂണിഫോം ഇട്ടുണ്ടോ? യൂണിഫോം കണ്ട് അറിഞ്ഞൂടെ പോലീസ് വരണം? പിന്നെ എന്തിനാണ് ആ സ്ഥാനത്ത് ഒരു ചോദ്യം? മാർക്കണ്ടേയൻ. മാർക്കുള്ളോണ്ടല്ലേ പഠിച്ച് പാസ്സായി ഞാൻ പോലീസ് കയറിയത്. വീട്ടിൽ ചോദിക്കണം, പക്ഷേ മാർക്കുണ്ടോന്ന്. അതല്ല, മാർക്കുണ്ടോന്നല്ല, പിന്നെ എന്റെ പേരാണ് പറഞ്ഞത്, മാർക്കണ്ടേയൻ. മെമ്പർ മാർക്കണ്ടേയൻ. നല്ല പേരടാ, ഒരു മെമ്പറിനിടാൻ പറ്റിയ പേര്. ഇതൊക്കെ ആരടാ വിളിക്കണത്? പോട്ടെ, ഇലക്ഷനില് അല്ല പേരെഴുതി വെക്കണ ആ ആർട്ടിസ്റ്റിന്റെ അവസ്ഥ എന്നാലോ ചോദിക്കുക. സംഭവം പറഞ്ഞാ ഈ വാർഡിൽ ഞാൻ ഭയങ്കര ഫേമസ് ആണ്. നീ ഫേമസ് ആണോ അല്ലേന്നല്ല, ഇന്ന് മുതൽ നിങ്ങൾ രണ്ടും ഫേമസ് ആണ്. എഴുതി കാറ്റും കാസിയായി. വെളിയിറങ്ങൂല ജയിലിൽ. ഞാൻ ഈ ഫേമസ് എന്ന് പറഞ്ഞു കഴിയുവാണെന്നുണ്ടെങ്കിൽ സാറ് ഈ കുറച്ചു നാളിന് മുമ്പ് ഇവിടെ കുറെ ഒരു സ്ത്രീകളെ കൂട്ടിക്കൊണ്ട് ഒരു മനുഷ്യച്ചങ്ങല നടത്തിയതായിട്ട് കേട്ടുകയായിരുന്നു. ഈ മനുഷ്യച്ചങ്ങലയുടെ ഇടയ്ക്ക് കൈകൾ ഇങ്ങനെ കോർത്തു പിടിച്ച സമയത്ത് സ്ത്രീകളുടെ കൈ കിടന്ന വെള്ളിമോതിരവും ആമമോതിരവും ഊരിക്കൊണ്ടുപോയ ഒരു കഥ കേട്ടായിരുന്നു? അത് കേട്ടായിരുന്നു. അതുപോലെ തന്നെ പഞ്ചായത്തിൽ സൗജന്യ ചികിത്സാ ക്യാമ്പ് നടത്തിയപ്പോഴത്തേക്കും അത് മനസ്സിലായി. സൗജന്യമായി ചികിത്സിക്കാൻ വന്ന പറയുന്ന ഒരു 1000 രൂപ വെച്ച് മേടിച്ച ഒരാളെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരുന്നു. കേട്ടിട്ടുണ്ട്, പത്രത്തിലൊക്കെ വന്നില്ലേ അത്? പിറവം പോലീസ് സ്റ്റേഷനിലാണ്. അതെ, പിറവം സ്റ്റേഷനിലാണ്. ഈ പിറവം സ്റ്റേഷനിൽ ചൂരത്തല കൊടുക്കാത്തത് കൊണ്ട് അമ്മായിയമ്മയെ പിടിച്ച് കിണറ്റിലിട്ടൊരു കേസ് ഉണ്ടായിരുന്നല്ലോ. അത് ഇപ്പോഴും തുടങ്ങിയാണ് ആ കേസ്. 3 കേസ്. ആരത്? ഞാനാ. ഇങ്ങനെ ക്രെഡിറ്റ് ഉണ്ടാക്കിക്കൊണ്ട് നടക്കണ ഒരു വാർഡ് മെമ്പർ കേരളത്തിൽ എവിടെയെങ്കിലും ഉണ്ട്? എങ്ങനെ കേരളം നന്നാവും? സാറിന്റെ പേര്? എന്റെ പേരാ വസന്തത്തിൽ പുഷ്പൻ. അപ്പൊ ശിശിരത്തിൽ കൊഴിഞ്ഞു വീഴുവായിരുന്നു. അതല്ല പറഞ്ഞത്, വസന്ത വിലാസത്തിൽ പുഷ്പൻ. ഇവിടെ എന്താണ് ചുറ്റിക്കളി? അതിവിടെ ഇവിടെ എന്താണ്? നീ പറയണ്ട, ഞാൻ അവളെ കൊണ്ട് പറയിപ്പിച്ചോളാം. തത്ത പറയണമല്ലോ അവള് പറയും. ചമ്മി. ആര്? ഞാൻ. കൊച്ചേ, കാര്യം പറ. ഇവിടെ എന്താണ് സംഭവം? എന്താണ് സാറേ, എന്നെ ഇങ്ങോട്ട് ഇങ്ങനെ വിളിച്ചിറക്കി കൊണ്ടുവന്നതാ. ഇതുവരെ തിരിച്ചു കൊണ്ടുവിടുന്നില്ല. ഇതുവരെ കൊണ്ടാക്കിയില്ല. ഉള്ളതിനടെ സംഭവം ആ കൊച്ചു പറഞ്ഞത് ഉള്ളതാണ്. ഞാൻ ആദ്യമേ പറഞ്ഞതാണ്, രാത്രി വരണ്ട, രാത്രി എനിക്ക് ഇറങ്ങാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞതാണ്. ഒരു വെളുപ്പാങ്കാലത്തെ സമയത്താണ് പ്രശ്നമില്ല, ഞാൻ കൊണ്ടുപോകാന്ന് പറഞ്ഞാണ്. സമ്മതിച്ചില്ല. ഉടുത്തിരുന്ന മുണ്ട് പോലും മാറ്റാൻ സമ്മതിച്ചില്ല. ലാസ്റ്റ് ഇട്ടോണ്ടിരുന്ന ഡ്രസ് ഇട്ടോണ്ടാണ് ഞാനിപ്പോ കൂടെ വന്നത്. ഉള്ളതാണ് പറയണത്. സംഭവം ഇത് പാർട്ടിയുടെ തീരുമാനം. ഇതിനും പാർട്ടി ഉണ്ടാടെ? സാറേ, പാർട്ടി എന്നോട് പറഞ്ഞു, പാർട്ടി ഇത് പറഞ്ഞില്ലെങ്കിലും ഞാനിത് ചെയ്യും, കാരണം ഇത് എനിക്ക് വേണ്ടിയിട്ടുള്ള കാര്യമാണ്. മനസ്സിലായേ സാറേ? 13 പേര് അണികൾ കൂടെ ഉണ്ടായിരുന്നേ. 13 പേരാ? സമയമായപ്പോ അവരങ്ങ് മാറി. പക്ഷെ നമുക്ക് മാറാൻ പറ്റത്തില്ലല്ലോ, ആവശ്യം എന്റേതാണ്. മനസ്സിലായേ? ഇത് സംഭവം വലിയ കേസാണ്. ഇന്ന് രാത്രി കോൺസ്റ്റബിൾ, നാളെ ഞാൻ DYSP. കൊച്ചേ, എത്ര വയസ്സുണ്ട്? 80. കണ്ടാ ഒട്ടും പറയൂല. കൂടി വന്നൊരു 36, 37. പിന്നെ അതല്ല, ഒരു 38. അതിനപ്പുറം പറയേയില്ല. അതല്ല, ആ ബാക്കിയൊക്കെ അവന്റെ വായി ഞാൻ കേട്ടോല്ലോ. ഡേ, ബ്യൂട്ടി പാർലറിൽ പോയല്ലേ രാവിലെ? മുടിയൊക്കെ ഡൈ ചെയ്ത് മുഖമൊക്കെ ഒന്ന് ക്ലീനപ്പ് ചെയ്ത് ഇറക്കി. ഒരു വിശേഷ ദിവസമല്ലേ നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന ഒരു വിശേഷ ദിവസം. വിശേഷ ദിവസം ഇന്നാണ്, ലാസ്റ്റ് ആണ് ഇന്ന്. പിന്നെ സംഭവേ, ക്യാമറയിൽ ഷൂട്ട് ചെയ്യാൻ ആളെ വിളിച്ചു വരുത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ഫേസ്ബുക്കിൽ ഇടണോ സാറേ? ഫേസ്ബുക്കിൽ ഇട്ട് കഴിയാൻ നേരത്താണ് നമ്മൾ ഫേമസ് ആകുന്നത്. സാറിന്റെ ഐഡിയ ഒന്ന് പറഞ്ഞു തന്നാ സാറുമായിട്ട് ചെറിയൊരു കൊളാബ് നമുക്ക് നടത്താം. ഞാനുമായിട്ട്? സാറുമായിട്ട്. എടാ, നിങ്ങൾ കൊളാബ് ഉണ്ടാക്കണേന് അതിനെന്താ എന്നെ പിടിച്ച് അതിന്റെ ഇടയിൽ ഇട്ടേക്കണത്? സാർ എന്തോന്നാ ഇത് കാണിക്കണത്?
കൊച്ചു നിനക്ക് മനസ്സിലായ കാര്യം എന്തോന്ന്? 80 വയസ്സായ നിന്നെ അവൻ ബ്യൂട്ടി പാർലറിൽ കൊണ്ടുപോയി 46 കാര്യമാക്കി അവൻ കൊണ്ട് ഇറക്കിയിരിക്കണ്. അത് മാത്രമല്ല അവൻ വീഡിയോ ഷൂട്ട് ചെയ്ത് അവിടെ ലൈവ് വിടാൻ പോണെന്ന്. അയ്യോ എന്റെ സാറേ ഇതൊന്നും അല്ല കാര്യം. പിന്നെ? എന്റെ വയസ്സായ അമ്മൂമ്മയെ വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് ഇയാൾ രാവിലെ വീട്ടിൽ വന്ന് ഇവിടെ കൊണ്ട് വന്നതാ. വോട്ട് ചെയ്തതിന് ശേഷം അവരെ എടുത്ത് കളഞ്ഞിട്ട് ഇയാളെ പാട് നോക്കി പോയി. എന്റെ അമ്മൂമ്മ ഇതുവരെ വീട് എത്തിച്ചിട്ടില്ല. അയാള് അത് അന്വേഷിക്കാനാണ് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇവിടെ വന്നത്. ശ്വാസം വിടൂ വിടൂ. അമ്മച്ചിയാണ് കാണാനില്ലാത്തതല്ലേ, ഇവനാണ് വിളിച്ചോണ്ട് വന്നത്. അതെ. രാഷ്ട്രീയക്കാരാണ് എന്തിന് വിശ്വസിച്ച് കൂടെ ഇറക്കി വിട്ടത്. സാറേ സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്കൊരു വോട്ടിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ പഞ്ചായത്തിൽ ഒരു 6-8 അമ്മച്ചിമാരും അപ്പൂപ്പന്മാരും ഉണ്ടായിരുന്നു. ഇവരെ എല്ലാവരെയും കൂടെ കൊണ്ടുപോകാൻ ഞാനൊരു JCB വിളിച്ചു. പിന്നെ JCBയുടെ കയ്യിലാന്നിടത്ത് നമുക്ക് സുഖമായിട്ട് കിടത്തിക്കൊണ്ട് പോവാം. അങ്ങനെ JCB വിളിച്ചു ഞാൻ നേരെ ഇവരെ നമ്മുടെ ഈ സ്കൂളിന്റെ വാതിക്കലോട്ട് കൊണ്ടുവന്നു. സാറേ സ്കൂളിന്റെ വാതിക്കെത്തിയ പിന്നെ JCB അകത്തോട്ട് കയറത്തില്ല. ഇല്ല. ഈ മെമ്പർ ഈ അമ്മച്ചി ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ കോരി എടുത്തിട്ട് നേരെ ബൂത്തിനകത്തോട്ട് വന്ന് കയ്യിൽ നേരെ മഷി തേപ്പിച്ച് നേരെ ചെന്ന് വോട്ട് ചെയ്യുന്ന അവിടെ നിന്ന് ഒലക്കൊരൊറ്റ കുത്തായിരുന്നു. 19 വയസ്സുള്ള അമ്മച്ചിയെ കൊണ്ട് ഓട്ടിടിച്ചിട്ട് അവ ഒലക്കൊക്കെ കുത്തിയെന്ന് മനസാക്ഷിയില്ലാത്ത വാർഡ് മെമ്പർ. അയ്യോ അമ്മച്ചി ഒലക്ക കുത്തിയതല്ല, എന്റെ ചിന്ന ഒലക്ക. ആ ഒലക്കൊക്കെ അമ്മച്ചിയുടെ കൈ പിടിച്ച് ഞാനൊരു കുത്തു കുത്തിയത്. പിന്നെ അതല്ലേ പറഞ്ഞോണ്ടിരുന്നത്. പറഞ്ഞു സാറേ ഈ സമയത്ത് ചോദിക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. അകത്തെങ്ങാനും ഉണ്ടോ ഒന്നും നോക്കാവോ? ഇല്ലാകത്തില്ല. അമ്മച്ചിയാണോ? അമ്മച്ചിയല്ല. പിന്നെ സാർ ഈ കൈ തേക്കുന്ന ഒരു മഷി ഉണ്ടായിരുന്നല്ലോ നമ്മളെ ഇലക്ഷനിൽ വോട്ടുന്നതിന് മുമ്പ്. അത് സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കൈ തേച്ച് കഴിഞ്ഞാൽ 1 മാസത്തോളം കൈ കാണും. അതുകൊണ്ടാണല്ലോ അവർ അങ്ങനെ ഒരു സാധനം ഇറക്കിയിരിക്കുന്നത്. അതെനിക്കൊന്ന് എടുത്തു തരാൻ പറ്റുമോ? അതെന്താ നിനക്ക്? ഈ സംഭവം ഡൈ അടിച്ചു കഴിഞ്ഞാൽ 2 ദിവസം നിൽക്കുന്നു. ഈ സാധനം എടുത്ത് തലേ തേക്കുവാണെന്നുണ്ടെങ്കിൽ പിന്നെ 1 മാസത്തേക്ക് ഡൈ മേടിക്കേണ്ടത്. ആ പൈസ ലാഭം പോവുമായിരുന്നു. നീ ഡൈ ആവും. അങ്ങനെയാണ് ഞാൻ എഴുതി വിടാൻ പോണ കേസ്. നമുക്കിപ്പം അമ്മച്ചിയെ കണ്ടുപിടിക്കണം. അമ്മച്ചിയെ കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങളെ വീടിന്റെ റൂട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ നമ്മൾ പുഷ്പം പോലെ അമ്മച്ചിയെ കണ്ടുപിടിച്ച് തരും. വീട് പറ, വീടിന്റെ ലൊക്കേഷൻ പറ. നമ്മൾ ഇവിടുന്ന് വടക്കോട്ട് പോകുമ്പോഴേ സാറേ ഫാക്ടറി ഉണ്ട്. അതിന്റെ ഫ്രണ്ടില്. ഫാക്ടറിയുടെ ഫ്രണ്ടിൽ അതിന്റെ ഗേറ്റ് അല്ലേ? അല്ല ഗേറ്റിന്റെ അവിടെ നമ്മൾ തെക്കോട്ട് പോകുമ്പോഴേ ഒരു LP സ്കൂൾ ഉണ്ട്. അതിന്റെ മുകളില് അമ്മച്ചി പ്രാവാ. അതിന്റെ തൊട്ടപ്പുറത്ത് അതിർത്തിയാണ് സാറേ. നിങ്ങൾ അവിടെ താമസിക്കുന്നതിന് ആർക്കാണ് അതിർത്തി? അയ്യോ ആ അതിർത്തിയല്ല, തൊട്ടപ്പുറത്ത് അതിർത്തിയാണ്. അമ്മച്ചിയെ ഞാൻ എങ്ങനെ കണ്ടുപിടിച്ചോളാം. ഈ അമ്മച്ചിക്ക് നിങ്ങളല്ല വേറെ ആരെങ്കിലും ഉണ്ടോ? ഒരു മോനുണ്ട്. മോൻ എവിടെയാണ്? മോൻ അങ്ങ് ബോംബെയിലാണ്. ബോംബെയിൽ എവിടെയാണ്? വാശിയില. എത്ര ചോദിച്ചാലും പറയൂല എന്നുള്ള വാശിയിലാണല്ലേ? അതല്ല, പിന്നെ ബോംബെയിൽ വാശി എന്നുള്ള സ്ഥലത്താണെന്ന്. അങ്ങനെ ഒരു സ്ഥലമുണ്ടോ ബോംബെയിൽ? അങ്ങനെ ഒരു സ്ഥലമുണ്ട്. നമുക്കിപ്പോ എന്ത് വേണം? അമ്മച്ചിയെ കണ്ടുപിടിക്കണം. അമ്മച്ചിയെ കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം ഒരു കാര്യം ചെയ്യാം. അമ്മച്ചി ഏത് ഭാഗത്താണ്, ഏത് വാർഡിന്റെ മൂലയിലാണോ ഉള്ളത് നമുക്ക് ആദ്യം കണ്ടുപിടിക്കാം. സാറേ അത് കണ്ടുപിടിക്കാം. പക്ഷെ അതിനൊക്കെ മുമ്പായിട്ട് എനിക്ക് വേറൊരു കാര്യമുണ്ട്. കാരണം എന്റെ ഭാര്യ എന്നെ വീട്ടിൽ തിരക്ക് സാറേ. ഈ കാര്യം പറഞ്ഞോണ്ട് നോക്കി നിൽക്കാൻ എനിക്ക് പറ്റത്തില്ല. ഇപ്പൊ തന്നെ മണി 12 കഴിഞ്ഞു. ഇനി ചെന്ന് കഴിഞ്ഞാൽ അവൾ കഥ കിടക്കും. പിന്നെ എനിക്ക് അങ്ങോട്ട് കയറാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ എന്റെ വീട്ടിലോട്ട് പോകും. വേറെ ആർക്കും ഭാര്യയും പിള്ളേരൊന്നും ഇല്ലാത്തവരുടെ നമുക്കും ഉണ്ട് ഭാര്യയും പിള്ളേരൊക്കെ കുടുംബം കുട്ടികളൊക്കെ ആയവർ തന്നെ നമ്മളും. സാറേ എത്ര പറഞ്ഞോണ്ടോ സാറേ കിടക്കില്ലേ നൈറ്റ് ഡ്യൂട്ടിക്ക്? ആറ് കല്യാണം കഴിഞ്ഞാണ്. ഞാൻ കല്യാണം എന്തൊരു ചോദ്യോടെ. ഞാൻ ലേറ്റ് മാരേജ് ആയിരുന്നല്ലോ. ഒരുപാട് പ്രായമായിട്ട് കല്യാണം കഴിച്ചു? ഇല്ല, ഞാൻ എന്റെ കൊച്ചിലെ കിട്ടിയതാണ്. കൊച്ചിലെ കിട്ടിയെന്ന് പറഞ്ഞാൽ ജോലി കിട്ടുന്നതിന് മുമ്പ്? ജോലി കിട്ടുന്നതിന് മുമ്പ്. അതായത് പണ്ട് ഞാൻ കോളേജ് പഠിച്ചോണ്ട സമയത്ത് ഒരു പെണ്ണുമായിട്ട് ലൈനായിരുന്നു. അങ്ങനെ ഒരു ദിവസം പറഞ്ഞു, ചേട്ടാ വീട്ടിൽ ആരുമില്ല, ഒന്ന് അങ്ങോട്ട് പോകും, നമുക്ക് എന്തെങ്കിലും മിണ്ടി പറഞ്ഞൊക്കെ ഇരിക്കാമല്ലോ. അങ്ങനെ രാത്രി ഒരു 10 മണിയായപ്പോൾ ഞാൻ നേരെ അവളെ വീട്ടിലോട്ട് ചെന്ന് കയറി. ഇറങ്ങാൻ ശകലം ലേറ്റായി പോയി. നാട്ടുകാരെ പിടിച്ചു വെച്ച് കെട്ടി. ജോലിക്ക് കയറുന്നതിന് നൈറ്റ് ഡ്യൂട്ടി ഉണ്ടായിരുന്നു? ചെറുതായിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് മിണ്ടിക്കൊണ്ടിരിക്കാൻ സമയമില്ല സാറേ. എനിക്ക് എന്റെ വീട്ടിലോട്ട് പോയാൽ പറ്റത്തുള്ളൂ. ഞാൻ പോവുകയാണ്. എന്റെ കൊച്ചെന്തെങ്കിലും കഴിച്ചായിരുന്നാ? ഒരു വക ഇത്രയും നേരം ഒരു വക കഴിച്ചില്ല, എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കണ്ടായിരുന്നു. പോയ നേരം ഇത്രയും നേരമായി ഒരു തുള്ളി ആഹാരം ഞാൻ കഴിച്ചിട്ടില്ല. അറിയാമോ സാറിന്? ഒരു കാര്യം കിടന്ന് ടെൻഷൻ ഒന്നും അടിക്കണ്ട. ഞാൻ നൈറ്റ് ഡ്യൂട്ടിക്ക് കഴിക്കാൻ വേണ്ടി ഒരു പൊതി ചോറ് കൊണ്ടുവച്ചിട്ടുണ്ട്. ആ ഒരു പൊതി ചോറ് എടുത്ത് കൊച്ചിന് തരാം. തൽക്കാലം കഴിച്ച് വിശപ്പടക്ക് പോ. സാറേ സാറേ എന്തോന്ന് പറയുന്നത്? ചോറന്ന് എന്റെ അമ്മച്ചിയെ കാണാത്ത ഒരു വറ്റ് പോലും ഇത്രയും നേരം കഴിക്കാതിരിക്കുന്ന എന്റെ അടുത്ത് ഈ സമയത്ത് പൊതിച്ചോറ് തിന്നാനാ? പിന്നെ അതും 12 മണിക്ക് ശേഷം. അല്ല ബർഗറോ അല്ലായിരുന്നെങ്കിൽ പിന്നെ തിന്നാ. ഇതിനെ കൊണ്ടുപോടാ, വിളിച്ചോണ്ട് പോടാ ഇതിനെ. സാറേ ഇനി വന്നേ സാറേ. ഈ സമയത്ത് ബർഗറും കാര്യങ്ങളൊന്നും കൊടുക്കാൻ പറ്റത്തില്ല. പിന്നെ എന്ത് കൊടുക്കണം? എന്റെ വണ്ടിക്കകത്ത് ഞാൻ കുറച്ച് പഴം തൂക്കിയിട്ടുണ്ട്. വേണമെങ്കിൽ അത് കൊണ്ടു കൊടുക്കാം. പഴം എവിടെ നിന്ന് കിട്ടിയാക്ക്? പഴം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ വാർഡില് ഒരു സംഭവം ഇട്ടപ്പോഴത്തേക്ക് നമുക്ക് PWD വിളിച്ചു തന്ന ഒരു അവാർഡാണ്. PWD അവാർഡ് തന്ന ഇയാൾക്ക്? അതായത് 1 വർഷമായിട്ട് ഉണ്ടായിരുന്ന ഒരു കുഴിയാണ്. ആ കുഴിയിൽ നാട്ടുകാരെല്ലാം കൂടി ഒരു വാഴ വെച്ചു. എന്നിട്ട് ആ വാഴ കൊലച്ചു. അത് ഇന്ന് പഴുത്തു. അതെനിക്ക് വിളിച്ച് തന്നു വിട്ടു. അതുപോലെ തന്നെ ഇപ്പൊ KCB-ക്കാർ ഒരു അവാർഡ് തരുന്നുണ്ട്. KCB അതെന്തോന്നാ? ലൈൻ കമ്പിയിൽ ഞാൻ ഈ പടവലവും അതുപോലെ തന്നെ നമ്മുടെ പാവയ്ക്കൊക്കെ വളർത്തുന്നുണ്ട്. കാരണം എന്റെ പഞ്ചായത്തിൽ ആർക്കും കറണ്ടില്ല. വാർഡ് മെമ്പർ. അതെ വാർഡ് മെമ്പർ. എനിക്ക് നിൽക്കാൻ പറ്റുന്നത്. നമുക്ക് അമ്മച്ചിയെ കണ്ടുപിടിക്കണം. അത്രയല്ലേ? കൊച്ചു ടെൻഷൻ അടിക്കാതെ അമ്മച്ചിയെ കണ്ടുപിടിക്കാം. ഒരു വർഷത്തെ സമയം എനിക്ക് തരാൻ പറ്റുമോ? 1 വർഷത്തെ സമയം
ഞാൻ തരാനാ അത് കഴിഞ്ഞ അമ്മച്ചി കിട്ടുന്ന എന്തോന്ന് ഉറപ്പ്? ഈ ഒരു വർഷം എന്ന് പറയുമ്പോ അടുത്തൊരു ഒരു വർഷം കഴിയുമ്പോൾ നമ്മുടെ വലിയ ഇലക്ഷൻ വരില്ലേ, പാർലമെന്റ് ഇലക്ഷൻ വരില്ലേ? അത് വരാൻ. പാർലമെന്റ് ഇലക്ഷൻ വരുമ്പോ അമ്മച്ചി ഈ ഭൂലോകത്ത് എവിടെ ജീവിച്ചിരുന്നാലും ഇവനെ പോലുള്ളവന്മാര് കണ്ടുപിടിച്ച് ഇവിടെ കൊണ്ടുവന്ന് വോട്ടിടിച്ച് ഈ സ്കൂളിന്റെ നടയിൽ നിർത്തും. നിങ്ങൾക്കല്ല ആവശ്യം, ലവന്മാർക്കാണ് ആവശ്യം. അറിയാ, ഈ ഒരു വർഷം കഴിഞ്ഞ ഈ നിൽക്കുന്ന മനുഷ്യൻ എന്റെ അമ്മച്ചെ കണ്ടുപിടിച്ചോന്ന് സാറിന് ഇത്ര ഉറപ്പെന്തോന്നാ? എന്തൊരു ഉറപ്പെന്ന് കൊച്ച. എന്റെ അച്ഛൻ ചത്തിട്ട് 10 വർഷം കഴിഞ്ഞ് 2 ഓട്ട് വന്നിട്ടിട്ട് പോയി. അറിയാ ഇവിടെ എന്റെ അച്ഛനെ കണ്ടുപിടിച്ച് പിന്നെയാണ് ജീവനുള്ളത് നിന്റെ അമ്മച്ചിയെ. ഹലോ ഹലോ ഓക്കെ സാറേ, സംഭവേ 3-ാം വാർഡിലെ എ ബൂത്തില് 4 അപ്പൂപ്പന്മാരും 3 അമ്മൂമ്മമാരും ഇരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അവര് ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ട്. ഇത് വല്ലതും ആണെന്നൊന്ന് നോക്കാൻ പറഞ്ഞു. എന്തൊരു മുഖങ്ങളുടെ ഇത്. ഈ ഫോട്ടോയിൽ ഇത് നിങ്ങളുടെ അമ്മച്ചി ഉണ്ടോ? അയ്യോ, എന്റെ അമ്മച്ചി. എവിടെ മറ്റേ മുറുക്കാനെ കിട്ടി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമുക്ക് അങ്ങോട്ട് പോകണം. എന്തിനു പെട്ടെന്ന് പോണത്? എന്റെ സാറേ, നാളെ സൊസൈറ്റിയുടെ ഇലക്ഷൻ നടക്കുമല്ലേ? നാളെ നടക്കുന്നുണ്ട്. നമ്മളവിടെ ചെല്ലാൻ താമസിക്കുവാണെന്നുണ്ടെങ്കിൽ വേറെ പാർട്ടിക്കാർ വന്ന് അമ്മച്ചിയെ കൊണ്ടുപോകും. അതിനു മുമ്പായിട്ട് എനിക്ക് അമ്മച്ചിയെ പിടിക്കണമെന്ന്. ഒരു നല്ല ഐഡിയ ആവാം. നല്ലൊരു ഇലക്ഷൻ ആയിരുന്നു അല്ലേ മണിക്കുട്ട? അടിപൊളി അടിപൊളി സ്കിറ്റായിരുന്നു. ഇലക്ഷനൊക്കെ ഇപ്പോൾ അടുത്ത് വരെയായിരുന്നു. അതുകൊണ്ട് ഈ സ്കിറ്റ് ഇപ്പോൾ ഉറപ്പായിട്ട് ഇത് വൈറലായിരിക്കും. ഇതിൽ ഒരുപാട് കൗണ്ടേഴ്സ് ഉണ്ടായിരുന്നു. ഒരുപാട് സ്ഥലത്ത് എൻജോയ് ചെയ്തു. പ്രത്യേകിച്ച് ബീച്ചോട്ടം വരുന്ന സമയത്ത് നിങ്ങളുടെ ഈ പ്ലേയിൽ ഒരുപാട് കൺഫ്യൂഷനുള്ള ഏരിയ ഉണ്ട്. അതെന്ത് രസകരമായിട്ടാണ് ബീച്ചോട്ട ചെയ്ത. ബീച്ചോട്ട ഞാൻ ഭയങ്കര കൊതിച്ചു ഇതുപോലെയൊക്കെ നമുക്കും അഭിനയിക്കാനായിട്ട് ഒരു അവസരം. അങ്ങനെ നമ്മൾ കൊതിക്കുന്ന രീതിയിലുള്ള ഒരു ക്യാരക്ടറൈസേഷൻ, കൊതിക്കുന്ന രീതിയിലുള്ള പെർഫോമൻസ് ആയിരുന്നു 3 പേരുടെ സൈഡിൽ നിന്നും. മനുഭായെ ഞാൻ ഒരുപാട് സ്കിറ്റുകളിൽ കണ്ടിട്ടുണ്ട് ഗംഭീരമായിട്ട് ചെയ്യുന്നത്. ഇതിൽ എടുത്തു പറയേണ്ട ആൾ സന്ധ്യ ചേച്ചിയാണ്. സന്ധ്യ ചേച്ചി എൻ്റെ നെയ്ബറാണ്. സന്ധ്യ ചേച്ചി എൻ്റെ വീടിനടുത്താണ് താമസിക്കുന്നത്. കുറേ കാലമായി ഞാൻ സ്റ്റേജിൽ പിന്നെ സന്ധ്യ ചേച്ചിയെ കാണുന്നത്. വലിയ ശല്യമുണ്ടോ? സന്ധ്യ ചേച്ചി സത്യം പറഞ്ഞാൽ ഇപ്പം ഞങ്ങളുടെയൊക്കെ അന്നദാതാവാണ്. കാരണം നമ്മുടെ വീടിനടുത്ത് ചേച്ചി ഒരു ഇത് നടത്തും, തട്ടുകട നടത്തുന്നുണ്ട്. ഇപ്പം അമ്മയൊക്കെ ഇല്ലാത്ത സമയത്ത് സന്ധ്യ ചേച്ചിയുടെ ആഹാരമാണ് ഞങ്ങൾ കഴിക്കുന്നത്. ഓ അടിപൊളി. കാരണം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, സന്ധ്യ ചേച്ചി വന്ന് നിന്ന്, അതായത് ഫ്രീ ആയിട്ടുള്ള സമയത്ത് സന്ധ്യ ചേച്ചി അവിടെ വന്ന് നിന്നാണ് അവിടെ സെയിൽസ് നടത്തുന്നതും ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നത്. ചേച്ചി ഇടയ്ക്ക് സ്റ്റേജ് കാണാതെയപ്പോൾ ഞങ്ങൾ വിഷമിച്ചു. അതൊക്കെ ചേച്ചി അങ്ങ് നികത്തിയൊക്കെയാണ്. ഗംഭീര പെർഫോമൻസ് ആയിരുന്നു ചേച്ചി. ഈ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത്, ഈ അമ്മുമ്മയെ കാണാതായി വരുമ്പോഴത്തെ സംഭവം എന്ന് പറഞ്ഞ് അത് ഇവരെ എന്നെ കൊണ്ടുവരും. അതിനെ അടുത്ത ഇലക്ഷൻ സമയമാകുമ്പോൾ ഇവർ എന്നെ കൊണ്ടുവരും. എന്നിട്ട് അതിൻ്റെ ഒരു മറു കൗണ്ടർ ഉണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? എൻ്റെ അച്ഛൻ ചത്തിട്ട് 10 വർഷമായിട്ട് ഇപ്പോഴും 2 ഓട്ട്. സൂപ്പറായിരുന്നു കേട്ടോ, സൂപ്പറായിരുന്നു. അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ടായിരുന്നു. ഞങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്തു. താങ്ക്സ് എ ലോട്ട്. നന്നായിരുന്നു, ഗംഭീരമായിരുന്നു. ഇതിൻ്റെ മാറ്ററാണ് ഏറ്റവും രസമുള്ളത്. കാര്യം ഇലക്ഷനൊക്കെ വരാൻ പോകുമ്പോൾ ഈ ഒരു സംഭവം എല്ലാ സ്ഥലങ്ങളും നടക്കുന്നതാണല്ലോ. വീട്ടിൽ പോയി പ്രായമായവരെ വിളിച്ചുകൊണ്ട് വന്ന്, പക്ഷേ വോട്ട് കഴിഞ്ഞിട്ട് ഇട്ടേച്ചും പോവുക എന്ന് പറയുന്നത് സത്യമല്ല. എങ്കിൽ പോലും നിങ്ങൾ ആ കണ്ടന്റാക്കി എടുത്തത് നല്ല സാധനമാണ്. അത് വരാൻ വൈകിയത് കൊണ്ട് അതിനെ തപ്പി ഇറങ്ങുന്ന ആ ഒരു മാറ്ററും ആ ഒരു സീക്വൻസും ഒക്കെ ആ രാത്രി സമയത്ത് ആ പരിസരം അവിടെയാണല്ലോ സാധാരണ ഇലക്ഷൻ നടക്കാറുള്ളത്. അതൊക്കെ ഭയങ്കര മനോഹരമായിട്ട് നിങ്ങൾ ചെയ്തു. പിന്നെ ഇപ്പോഴത്തെ ആവശ്യത്തിനുള്ള സാധനങ്ങൾ അത്യാവശ്യമുള്ളതെല്ലാം നിങ്ങൾ ചേർത്തിട്ടുണ്ട്. കാര്യം ഇത് കാണുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാകും അതാണ്, ഇത് മറ്റതാണ്. എടുത്തെടുത്ത് ഞാൻ പറയാത്ത എന്താണെന്ന് വെച്ചാൽ അത് അറിയാവുന്നവർക്കതറിയാം. ആ കാര്യങ്ങളെല്ലാം നിങ്ങൾ അടുക്കുംപടിയായിട്ട് ഇതിൻ്റെ അകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇലക്ഷൻ്റെ മാറ്റർ ആണെങ്കിലും അതിൽ എവിടെയൊക്കെ ആർക്കൊക്കെ തൊടാൻ പറ്റും അവിടെയൊക്കെ തൊടാവുന്ന രീതിയിൽ നിങ്ങൾ ആ സാധനത്തിനെ എഴുതി ഒപ്പിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എല്ലാം കൊണ്ട് നിങ്ങൾ മൊത്തത്തിൽ ഇത് കറക്കി കൂറ്റിയെടുത്ത് നല്ലൊരു ക്ലൈമാക്സിലേക്ക് കൊണ്ടെത്തിച്ച് ഗംഭീരമായി അടിപൊളിയായി. നിങ്ങൾ അവതരിപ്പിച്ചത് സറ്റയർ ആയിരുന്നു, ആക്ഷേപഹാസ്യം എന്ന് പറയും. അത് ബുദ്ധിയുള്ളവർക്ക് എഴുതാൻ പറ്റുള്ളൂ. ഇതിന്റെ സ്ക്രിപ്റ്റ് ആരാണ്? ഇതിന്റെ കണ്ടന്റ് നമുക്ക് തന്നത് പിന്നെ ശാകൻ ചേട്ടനാണ്. അവൻ അത്രയും ബുദ്ധിയുണ്ടോ? കാരണം സ്ഥിരമായിട്ട് പത്രവായനയും TV കാണലും ആ ന്യൂസൊക്കെ കാണുന്നവർക്ക് കറന്റ് അഫയേഴ്സിനെ പറ്റി നല്ല. പിന്നെ ഇലക്ഷൻ ആയിട്ടില്ല, അതിനു മുമ്പേ നിങ്ങൾ ഈ സബ്ജക്ട് ഉണ്ടാക്കി എന്നുള്ളതാണ്. ഇനി എന്തൊക്കെ സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയില്ല. കാരണം നിങ്ങൾ അതിന്റെയൊക്കെ സൂചനകൾ ഓൾറെഡി തന്നിട്ടുണ്ട്. ഇനി കള്ളവോട്ട് ഉണ്ടാവും. 3 ദിവസമായിട്ടാണ് ഇലക്ഷൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇവിടെ വോട്ട് ചെയ്താൽ ചിലപ്പോൾ അപ്പുറത്ത് പോയി വോട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അതിനൊക്കെ നിങ്ങളൊരു സൂചന കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ രാഷ്ട്രീയക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത വിളിക്കും ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട്. അത് ഡയറക്റ്റാണ്. പക്ഷെ അത് സറ്റയറിലൂടെ അവതരിപ്പിക്കണമെങ്കിൽ നല്ല ഷാർപ്പായിരിക്കണം. കാരണം ലാഗ് അടിച്ചു വരുന്നത് വെറുതെ അത് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ ഇത് കറക്റ്റ് ആയിട്ട് അമ്മൂമ്മ എന്ന് പറഞ്ഞൊരു സംഭവം വെച്ചിട്ടാണ് ഒരു പ്രോപ്പർട്ടി ആക്കി എടുത്തെന്നുള്ളതാണ് അമ്മൂമ്മയെ. അത് വെച്ചിട്ടാണ് ത്രൂ ഔട്ട് പോയിരിക്കുന്നത്. നല്ല ഭൗതികമായ സ്കിറ്റ് എന്നൊക്കെ പറയാൻ സാധിക്കും. അപ്പൊ ഗംഭീരമായിരുന്നു. ഇങ്ങനെയുള്ള ആക്ഷേപ ഹാസ്യം വരുമ്പോൾ ഇതിന്റെ ലെവൽ ഐറ്റം വേറെ ലെവൽ വേറെ ആയിരിക്കും.
അപ്പൊ ഹാറ്റ്സ് ഓഫ് ടു ദ സ്ക്രിപ്റ്റ് റൈറ്റർ. ഇതിന്റെ സെൻസിബിൾ ആയിട്ടുള്ള റൈറ്റിംഗ് ആയിരുന്നു, നന്നായിട്ട് അത് അവതരിപ്പിക്കുകയും ചെയ്തു. ഓൾ ദി ബെസ്റ്റ്. രാജേട്ടൻ രാജ് പണാവള്ളി നന്നായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്തു. അപ്പൊ നിങ്ങൾക്കൊന്നും ബോധം ബുദ്ധി അല്ല ബാക്കി നമ്മൾ സെറ്റ് ചെയ്തു. ആണെങ്കിലും അതെ 3 പേരും ഗംഭീരം. ഞാൻ ഓരോരുത്തരെ പേരെടുത്ത് പറഞ്ഞില്ല. സിനിമയിൽ അഭിനയിച്ച ഏത് പടാണ്? വ്യസനസമേതം ബന്ധുമിത്രാദികൾ. അതിലുണ്ട്, ഞാൻ കണ്ടിരുന്നു. ഓക്കെ അത് ഗംഭീര. ഇപ്പൊ 2 സിനിമ ചെയ്തോണ്ടിരിക്കുകയാണ്. നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിലുള്ള ആർട്ടിസ്റ്റുകളെ സിനിമയെ വിളിച്ചു കഴിഞ്ഞാൽ ഇവിടെ പിന്നെ ആർട്ടിസ്റ്റുകൾ കിട്ടാതാവും. കാരണം അത്രയും കഴിവുള്ള ആൾക്കാരാണ് നമുക്കിടയിലുള്ളത്. മാർക്ക് കൊടുത്താട്ടെ. ചിരിച്ചേട്ടൻ തന്നെ ആദ്യം തന്നോ? 15,000 രൂപ. ഓക്കെ മണിക്കുട്ടാ? ഞാനും 15,000 രൂപ. 30,000 രൂപ ആയിട്ടുണ്ട്. രഹസ്യമാണ് പരസ്യമാകുന്ന രഹസ്യം. ടോട്ടൽ എമൗണ്ട് 65,000 രൂപ. നല്ല എമൗണ്ട് ആണ്. ഒരു ഗ്യാപ്പിന് ശേഷം തിരിച്ചു വന്നത്. നല്ല എമൗണ്ട് ആണ്. ഉഷാറായിട്ട് വാ. ഇനി ഇടയ്ക്ക് ഗ്യാപ്പ് ഇടരുത്. സിനിമയിൽ ഓക്കെ വരും. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ. അടുത്ത സ്കിറ്റ് റെഡിയാണ്. നമ്മുടെ ശെൽവനുണ്ട്, കൂടെ ശ്യാമുണ്ട്, ഇവരുടെ കൂട്ടത്തിൽ വിനോദേട്ടനും. ഓക്കെ, ഒരു നല്ല കൈഡി. ആഹാ, രാവിലെ തുറന്ന് മരത്തേക്ക് വെച്ചേക്കാണ്. ഇങ്ങനെടുത്ത് 10 വാക്ക് എനിക്ക് പറയണം. എന്റെ കല്യാണം നടത്തിയ ആളാണ്. 10 വർഷമായിട്ട് ഞാൻ ഈ കളയിൽ ജോലി ചെയ്യണം. എന്റെ കല്യാണം കഴിഞ്ഞിട്ട് എന്ത് സംഭവിച്ചെന്ന് ഇതൊക്കെ തിരക്കിയിട്ടില്ല. അറിയാമോ? മനുഷ്യനെ മനസാക്ഷി വേണം. അറിയാമോ? സ്നേഹം വേണം. അറിയാമോ? നീ കല്യാണത്തിനല്ലേ പോയ? തന്നെ. അല്ല, യുദ്ധത്തിനല്ലല്ലോ പോയത്. എന്ത് സംഭവിച്ചാണെന്ന് അറിയാൻ വേണ്ടി. എല്ലാ ചെറുപ്പക്കാർക്കും സംഭവിക്കുന്നത് നിനക്ക് സംഭവിച്ചതാണ്. അല്ല, കുമാര സംഭവം ഒന്നും നടക്കൂല കല്യാണം കഴിഞ്ഞു. ഇവിടെ നടക്കുന്ന കാര്യങ്ങളും സത്യങ്ങളെല്ലാം നാട്ടുകാർ ഞാൻ വിളിച്ചു പറയും. എന്ത് വിളിച്ചു പറയും? ഇത് നന്നാക്കാൻ അറിഞ്ഞുകൂടാതെ നിങ്ങള് ആൾക്കാർ മിക്സിയും ഫാനും കൊണ്ട് വരുമ്പോഴത്തേക്ക് ഇത് അറിഞ്ഞുകൂടാതെ നിങ്ങൾ എന്റെ കയ്യിൽ ബിഗ് ഷോപ്പിൽ തന്നുവിടും. അറിയാവുന്നവന്റെ കൊണ്ട് കൊടുത്ത് ശരിയാക്കി കൊണ്ടുവന്നിട്ട് അത് വാങ്ങി പൈസ മേടിക്കുന്ന ആളല്ലേ നിങ്ങൾ. അത് ഞാൻ നാട്ടുകാർക്ക് വിളിച്ചു പറയുന്നത്. നീ ഇവിടെ വരുമ്പോ ഒരു മുളയുടെ അത്ര ഉള്ളായിരുന്നു. ഓർക്കുന്നുണ്ടോ നീ? നിന്റെ പഴയ കാലം നീ മറക്കല്ലേ ഷഡ്ജ? നിന്റെ വീട്ടില് ഓല കെട്ടായിരുന്നു. ഓല കെട്ടിരുന്ന സമയമുണ്ട് ഷഡ്ജ. തന്നെ അന്ന് നീ മഴയത്ത് ഇങ്ങനെ കിടക്കും, വായും തുറന്ന് കിടന്ന് ഉറങ്ങും. ആ സമയത്ത് നിന്റെ പൊക്കിളിൽ വീഴുന്ന വെള്ളം എടുത്ത് നീ കാപ്പിട്ട് തിളപ്പിച്ച് കുടിച്ചിട്ടുണ്ട്. അത് നീ മറക്കരുത് ഷഡ്ജ. ആ ഷഡ്ജനാണ് എന്റെ അടുത്ത് ഇങ്ങനെ. നിങ്ങൾ കല്യാണം കഴിപ്പിച്ച് എനിക്ക് സംഭവിച്ചത് നിങ്ങൾ തിരക്കില്ലല്ലോ. നിങ്ങൾ തിരക്കില്ലല്ലോ. ഇവിടെ കല്യാണം ഞാൻ നടത്തി തന്ന അതിന് എന്താണ് സംഭവിച്ചത് നീ എന്റെ അടുത്ത് പറ. പറയടാ. ഞാൻ ചെവി പറഞ്ഞുതരാം. പറ. ഇത് ഞാൻ ആരുടെങ്കിലും പറയൂ? ഇത് ഈ ചെവി കേട്ട് ഈ ചെവി കൂടെ കളയുമല്ലേ ഉള്ളൂ. നെഞ്ചില് രോമയില്ലാത്തതിന് പെണ്ണ് കളഞ്ഞിട്ട് പോയത്. ലോകത്താ എങ്ങനെയെങ്കിലും ഈ സംഭവം നടക്കൂടാ. ലോകത്ത് നടക്കൂടാ. ഇത് എങ്ങനെയാണ് സംഭവിച്ചത്? നിങ്ങൾ ഇതിന് മറുപടി പറഞ്ഞേ പറ്റൂ. ഞാൻ മറുപടി പറയണ എന്തിനാ? നിന്റെ നെഞ്ചിൽ രോമമില്ലാത്തതിന് മെഴുക്ക. നിങ്ങളാണ് കല്യാണം നടത്തിയത്. നിങ്ങളെ അവളെ ഞാൻ കോടതി കയറ്റും. കോടതി ഇവിടെ എന്തിനാണ് ആവശ്യമില്ലാത്ത കുറ്റം എന്നിൽ ആരോപിക്കുന്ന കാര്യം എന്തോന്ന്? ജഡ്ജി എനിക്ക് നല്ല പരിചയമുണ്ട്. ഞാനൊരു വെള്ള പേപ്പറിൽ കറുത്ത സ്കെച്ച് പെനിട്ട് നല്ല രീതിയിൽ വടിവോടെ എഴുതി പരാതി ജഡ്ജിക്ക് ഞാൻ കൊടുക്കും. ഈ പരാതി കൊടുക്കുന്ന സമയത്ത് ആ സ്കെച്ച് പേന എടുത്ത് നെഞ്ചിൽ 5 കുത്തിയിടാത്ത എന്താ? നിങ്ങൾ എന്തോന്ന് പറഞ്ഞത്? എന്താ പറഞ്ഞേ? പെണ്ണ് കൊള്ളാൻ അടിപൊളി പെണ്ണ്. 10ൽ 10 പൊരുത്തം. 10ൽ 10 പൊരുത്തം ഉണ്ടായിരുന്നു. ഒരു കുഴപ്പമില്ല. തങ്കപ്പെട്ട പെണ്ണ് തന്നെ, ഒരു പ്രശ്നവും ഇല്ല. പയർ പോലെ ഒരു പെങ്കൊച്ചിനെയാണ് നിന്റെ കയ്യിലേക്ക് ഞാൻ ഏൽപ്പിച്ചത്. ആ സത്യം തന്നെ, പയറ് പോലത്തെ പെണ്ണ് തന്നെ. പക്ഷെ വള്ളിപ്പയറാണെന്നേ ഉള്ളൂ. ആര് വളച്ചാലും വളയും. ഹലോ. എത്തി മാഷെ, എത്തി. 2 ദിവസം കഴിഞ്ഞ് ഞാൻ അവിടെ എത്തും. 2 ദിവസം. അത് തന്നെ. എന്റെ പൊന്നു സുഹൃത്തെ, ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോ ഫ്ലൈറ്റിന്റെ ബാക്ക് സീറ്റ് എനിക്ക് വേണ്ട. എയർ കട്ടറിലിടിച്ച് തല ഇടിക്കുമെന്ന്. അതല്ല, സെൻട്രൽ സീറ്റ് മതി. സെൻട്രൽ അല്ല, സൈഡ്. അതാവുമ്പോ എനിക്ക് മേഘങ്ങൾ എണ്ണി പോകാമല്ലോ. അവിടെ ചെന്ന് പറയേണ്ടതല്ലേ. ഓക്കെ ഞാൻ വിളിക്കാം. അവിടെ വന്നിട്ട് കാണണം കേട്ടോ. ഹലോ. മനസ്സിലായില്ല? ആരാ? മനസ്സിലായില്ലേ? ഇല്ല. ഞാൻ ഈ ആഴ്ച വന്നു പോകുന്ന ആളാണ്. എനിക്കൊരു കാവി കൈലി ഒരു പുള്ളിയുള്ള ടീഷർട്ടും വേണം. എന്തിനാ? ആഴ്ച വരുന്ന അണ്ണാച്ചില്ലേ നിങ്ങൾ? ഈ സാധനം എന്റെ കൂടെ വന്ന് അമേരിക്കയിൽ അടിക്കാൻ പോകുന്നു. അതെന്തിനാ?
വികസിത രാജ്യമാണ് അമേരിക്ക. നിസാര വിളക്ക് നമുക്ക് കിട്ടും അസലാം. പറയാൻ നിക്കണ്. ഹലോ, നമസ്കാരം. നമസ്കാരം സാർ. മിക്സി നന്നാക്കാൻ തന്നോളൂ സാർ. എന്താ സംഭവം എന്തായാലും സാർ? മിക്സി വർക്ക് ചെയ്യുന്നില്ല. ആണോ? അത് ശരി. അപ്പൊ ഒന്ന് കംപ്ലൈന്റ് ഒന്ന് ചെക്ക് ചെയ്യണം. ഇതിന്റെ കംപ്ലൈന്റ് നമുക്ക് നോക്കി ശരിയാക്കാം. പിന്നെ കറക്കം കൂടുതലാ സുജാതയ്ക്ക്. പൊക്കാൻ തന്നെ വന്നത്. പൊക്കാനാ? എന്താ മനസ്സിലായില്ല? ഈ സുജാത, അതായത് എന്റെ ഭാര്യ, അവളെ പൊക്കാനായിട്ടാ. ഇച്ചിരി കറക്കമുണ്ട്, വാട്സപ്പിൽ മെസ്സേജ് വരുന്നുണ്ട്. ഇതൊക്കെ ഞാൻ അമേരിക്ക വെച്ച് അറിഞ്ഞു. എന്റെ പൊന്നു ഭാഷ, അതല്ല ഈ മിക്സി കംപ്ലൈന്റ്. സുജാത മിക്സി അത് കറക്കം കൂടുതലാന്ന്. അതാണ് ഇതിന്റെ ബുഷ് പോയി കിടക്കുവാന്നാണ് ഞാൻ പറഞ്ഞേ. ബുഷ് അല്ലല്ലോ അമേരിക്കയില്. അമേരിക്ക ട്രംപ് അല്ലേ? ട്രംപാണ് അമേരിക്കയിൽ. അല്ലാതെ ട്രംപിനെ അറിയോ? അറിയോന്നോ? മിനിമം ഒരു 14 ട്രംപെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റും. അത് റോഡ് പണിക്ക് വേണം, വാർക്കപ്പണിക്ക് വേണം, വെള്ളം പിടിച്ചു വെക്കാൻ. അയ്യോ, വെള്ളം പിടിച്ചിരിക്കുന്ന ട്രംപ് അല്ല, ട്രംപ് പ്രസിഡന്റ്, അമേരിക്കയിലെ പ്രസിഡന്റ് ട്രംപ്. നിങ്ങൾ അമേരിക്ക വിമാനത്തിൽ പോയതല്ലേ? എന്താ ഈ ഇടയ്ക്ക് വെച്ച് കൊടുങ്കാറ്റടിച്ചപ്പോ അങ്ങനെ വല്ലതും പെട്ട് അങ്ങ് ചെന്ന് വീണതാണ്? അല്ല, എന്താ ഈ പുള്ളി ഭയങ്കര ചൂടാകാണല്ലോ. പുള്ളിക്ക് ഒരു വിഷയമുണ്ട്. എന്താ വിഷയം? രോമത്തിന്റെ കുറച്ച് പ്രശ്നങ്ങളില്ലാതെ ജീവിതം നഷ്ടപ്പെട്ട ഒരു ചെറുപ്പക്കാരനാണ് ഈ പുള്ളിക്ക്. നെഞ്ചിലെ കുറച്ച് രോമങ്ങളുടെ വിഷയം, ദാമ്പത്യമായിട്ട് അതിന്റെ പ്രശ്നങ്ങൾ ആണ്. അങ്ങനെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ സജ്ജ, എവിടെ പോവാൻ കാരണം എന്താ? നീ എന്റെ അടുത്ത് പറഞ്ഞില്ല. എവിടെ എന്താ പോവാൻ കാരണം? പോവാൻ കാരണം വേറൊന്നുമല്ല, എനിക്ക് ജലദോഷത്തിന്റെ തുമ്മലിന്റെ എനിക്ക് അസുഖം ഉണ്ടല്ലോ. എനിക്ക് ഇവിടെ പൊടി അടിച്ചിട്ട് നമ്മളെ കല്യാണം കഴിഞ്ഞ് 2-ന്റെ അന്ന് ഞാനൊരു 8 മണിയായപ്പോ ഇവിടുന്ന് പോയി. കല്യാണം കഴിഞ്ഞ് 8 മണിക്ക് പോയി. ഞാൻ ചെന്നൊരു ആവിക്കൂടം എടുത്ത് പുതപ്പ് മൂടി ആവി പിടിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ എവളൊരു ചോദ്യം, 9 മണിയായി, എനിക്ക് കിടന്ന് ഉറങ്ങണം. ഞാൻ ഈ പുതപ്പ് നോക്കിയിട്ട് ഒരു ചുമ ഇട്ട് കൊടുത്ത്, എന്നിട്ട് പുതപ്പം കളഞ്ഞു. വീണ്ടും ആവി പിടിച്ചോണ്ടപ്പോഴേക്ക് 10 മണിയായി, എനിക്ക് കിടന്ന് ഉറങ്ങണം. ഞാൻ വീണ്ടും പുതപ്പ് നോക്കിയിട്ട് 2 ചുമ ഇട്ട് കൊടുത്ത്, വീണ്ടും മൂടി. 11:30 മണിയായപ്പോ ഇവിടെ ഒരു ദേഷ്യം. എനിക്ക് കൊണമെന്ന് കാരണം എനിക്ക് കിടന്ന് ഉറങ്ങണം എന്ന് പറയുമ്പോ എനിക്കും ദേഷ്യം വന്നു. ഞാൻ ഈ പുതപ്പൊക്കി നോക്കിയപ്പോ ഇവിടെ കാണാൻ പെങ്കൊച്ച് പോയത് തന്നെ നല്ലത്. അവൻ ഈ ആവി പിടിത്തോന്നില്ല. അതേന്ന് ഇവൻ ചുമച്ചോണ്ടിരിക്കുന്നതാണ്. ആ പെങ്കൊച്ചിക്കേണ്ട കാര്യം എന്തോന്നും? ഇവ എന്റെ സ്വപ്നങ്ങളാണ് പറഞ്ഞത്. എന്റെ അടുത്ത് എന്തെല്ലാം സ്വപ്നങ്ങളാണ് പറഞ്ഞത്. എന്റെ സ്വപ്നം എന്താണെന്ന് നിങ്ങൾ ചോദിച്ചില്ലല്ലോ. എന്താണ്? എനിക്ക് അവളും കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ 5 മക്കളെ വേണമെന്ന് എനിക്കൊരു സ്വപ്നം ഉണ്ടായിരുന്നു. ഷഡ്ജ, സ്വപ്നത്തിലെങ്കിലും ഒന്ന് റെസ്റ്റ് എടുക്കണം ഷഡ്ജ. നീ എന്താ ഇങ്ങനെ? നീ എന്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചിട്ടില്ല. ആണല്ലേ? 12 മാസം ഞാൻ കല്യാണം കഴിച്ചിട്ട്. 12 മാസമായിട്ട് ഞങ്ങൾ അവിടെ അമേരിക്കയിലാണല്ലോ. അവൾ എന്നോട് ഒരു ഒറ്റ കണ്ടീഷനെ പറഞ്ഞുള്ളൂ, അവക്കൊരു മുറി, എനിക്കൊരു മുറി. അതാണ് എന്റെ മുറിയിൽ നിന്ന് എനിക്ക് ചുമക്കാം, ആവി പിടിക്കാം. അവക്ക് ചുമക്കാം, അവക്ക് ആവി പിടിക്കാം. എങ്ങനെയുണ്ട്? ഒരു പ്രശ്നം ഇല്ലാത്ത രീതിയിലാണ് ഞങ്ങൾ രണ്ടുപേരും അങ്ങനെ പോകുന്നത്. അപ്പൊ ഞങ്ങൾക്കിടയിൽ പ്രശ്നമില്ല. മനസ്സിലായോ? എങ്ങനെയുണ്ട്? നല്ലതാണ്. പൊതിച്ച തേങ്ങക്കറിയ ആരും ഇല്ലാതായി പോയി. എന്താണ് ഇപ്പൊ ചെയ്യേണ്ടത്? എന്താണ്? അല്ല, എനിക്ക് എവിടെ തിരിച്ചു വന്നാലും എനിക്ക് ജീവിക്കാൻ പറ്റൂല. അവളില്ലാതെ പറ്റൂല എനിക്ക്. ഒരു കാര്യം ചെയ്യും. മിക്സിയുടെ കാര്യമാണോ? മിക്സിയുടെ കാര്യം. പ്രശ്നം എന്താണ്? വൈൻഡിങ് കംപ്ലൈന്റ് ആണ്. ഓഹോ, വൈൻഡിങ് കംപ്ലൈന്റ് എന്ന് വെച്ചാൽ അറിയാലോ, നമ്മുടെ ഫീൽഡിൽ വൈൻഡിങ് കത്തിപ്പോയിരിക്കുകയാണ്. ഇത് ഈ വയറെടുത്ത് ഇതിലേക്ക് വെച്ച് സോൾഡർ ചെയ്താൽ മതി. സോൾഡർ ചെയ്താൽ മതി. അപ്പൊ ആർമേച്ചർ കംപ്ലൈന്റ് അല്ലേ? ആർമേച്ചർ എടുത്തിട്ട് നമ്മൾ ഇച്ചിരി ഗ്രീസ് ഇട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ആർമേച്ചർ ഓക്കെ. ബ്രഷും കംപ്ലൈന്റ് ആയിരിക്കാണ്. ബ്രഷ് കംപ്ലൈന്റ് ആണെങ്കിൽ പുതിയ മേടിക്കണം. 50 രൂപ തൊട്ടുണ്ട് ബ്രഷ് മാർക്കറ്റിൽ കിട്ടും. ഇരുന്നോ? എന്താ? ഞാൻ വീട്ടിൽ പോയി ഒരു പഴയ മിക്സി, എന്റെ കംപ്ലൈന്റ് ആയ മിക്സി എടുത്തോണ്ട് വരാം. നിങ്ങൾ പണി ഇതല്ല. നിങ്ങളടുത്ത് പറഞ്ഞാൽ മനസ്സിലായില്ല. ഇതെല്ലാം ഇത് പറയുന്നത് എന്തിനാണ്? നിങ്ങൾക്ക് അറിയാമെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് ഇത് കൊണ്ടുവിടെ വരുന്നത്? അല്ല, ഞാൻ അതല്ല, അതങ്ങനെയാണല്ലോ സ്വാഭാവികമായിട്ട് ഈ മിക്സി കംപ്ലൈന്റ് ആകണത്. അത് നിങ്ങൾ റെഡിയാക്കുമെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഞാൻ ഇവിടെ കൊണ്ടുവന്നത്. ഇത് എന്തൊരു ഓർക്കണത്? ഇത് 800 രൂപ. 800 രൂപ? 800 രൂപ. ഈ മിക്സി നന്നാക്കണമെങ്കിൽ 800 രൂപ. 400 രൂപ ഉണ്ട്. പിന്നെ വണ്ടിക്കൂലി ആര് കൊടുക്കും? വണ്ടിക്കൂലിയ? അതേന്ന് ഈ സാധനം കോയമ്പത്തൂർ അവിടെ കിടക്കുന്ന സാധനങ്ങളല്ലേ, മേടിച്ചോണ്ട് വരണ വണ്ടിക്കൂലി ആവൂലേ? ഓ, അങ്ങനെ കൂലി വരും. അത് വരും. ഒന്ന് പെട്ടെന്ന് റെഡിയാക്കി കിട്ടണം, അല്ലെങ്കിൽ ആകെ വിഷയവും. ഹലോ, റെഡിയാക്കി കൊണ്ടുവരാന്ന് പറഞ്ഞില്ലേ? ഇവിടെ കിടന്ന് ചാടിയിട്ട് കാര്യമുണ്ടോ? ഞാൻ കയറ്റി കൊണ്ടുവരാം. എന്നെ വെറുതെ അരിശം കയറ്റരുതും പറഞ്ഞേട്ടാ. എടി വെച്ചിട്ട് പോടി വിടുന്നു. എന്താ സംഭവം? എന്താ സംഭവം? മിക്സർ റെഡിയാക്കി കൊണ്ടുവന്നില്ലെങ്കിൽ ഞാൻ ഇന്ന് അരി ആട്ടി കൊടുക്കണമെന്ന്. എന്തൊരു കൊള്ളേന്ന് ഓർക്കണം അവള് പറയുന്നത്. എന്റെ പെണ്ണുമ്പിള്ള സുജാത. ഈ പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ എന്തോ പറയാനെന്ന് പറ. അതൊക്കെ എന്റെ ഭാര്യ. ഞാൻ വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞാ മൊട്ടുസൂചി വീണ ആ ശബ്ദം എനിക്ക് കേൾക്കാം. അതിന്റെ പരിപാടി ഇവക്ക് ഉണ്ടെന്ന്. ഇവളും എടുത്ത് വാക്കല്ലാത്തടത്ത് വെച്ച് കുത്തി തരും. അപ്പൊ ഞാനിത് ശ്രദ്ധിച്ചല്ലേ ഇരിക്കുന്നത്, ഇത് വീടിനായില്ലേ.
നമുക്ക് അങ്ങനെ ഉണ്ട്, മനസ്സിലായില്ലേ? നമുക്ക് ആ പരിപാടി ഇപ്പൊ നമ്മൾ സൂക്ഷിക്കണം, നമ്മൾ ആണുങ്ങളാണ് സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ. അയ്യോ, അവള് വിളിക്കുന്നു എന്റെ പെണ്ണ് വിളിക്കുന്നു. ആണല്ലേ? ഹലോ, ആണോ? ആ, ഓ, മാറി തന്നെ. എന്റെ ദൈവമേ. ഓ ശരി, വന്നോ. എന്താ സംഭവം? എന്താ? അവളെടുത്ത് ചോദിച്ചു, ചേട്ടാ നിങ്ങളെ ജലദോഷം മാറിയെന്ന്. ഞാൻ പറഞ്ഞു മാറിയെന്ന് പറഞ്ഞു. വീട്ടിൽ വരാൻ പോണെന്ന്. ആണല്ലേ? സന്തോഷം. ഇനിയെങ്കിലും ആവി വിടുത്തോ ചുമയായിട്ട് ഇങ്ങനെ ഇരിക്കാതെ ജീവിതത്തിലേക്ക് നമ്മൾ ഒത്തിരി സീരിയസ് ആയിട്ട് കാണണം കേട്ടോ. അത് വേണം. അതെ, ഇത് സമ്മതിക്കൂലെന്ന് തന്നെ തോന്നുന്നു. ഇവന്റെ കാര്യത്തിൽ ഒരു തീരുമാനം. ഒരു കാര്യം ചെയ്യും, ഏതായാലും മിക്സി നന്നാക്കാൻ പോണല്ലോ, ഈ ഫോണും കൂടി ഒന്ന് റെഡിയാക്കിയേക്ക്. അതും കൂടെ റെഡിയാക്കി. ഇത് മൊത്തം 2500 രൂപ. അതെങ്ങനെ 2500 രൂപ ആകണത്? പിന്നെ ഇത് ശരിയാക്കണ്ടേ? വണ്ടിക്കൂലി വേണ്ടെന്ന് ഇതെല്ലാം കൂടെ. ഇത് ശരിയാക്കാനായിട്ട് 2000 രൂപയോ? പിന്നെ കോയമ്പത്തൂർ പോണെങ്കിൽ വണ്ടിക്കൂലി ഒത്തിരി ആവും. അത് തന്നെ എന്റെ പണി. നല്ല ഒരു ഉഗ്രം കയ്യടി ശക്തിമാൻ ഇലക്ട്രോണിക്സിന്. തിരിച്ചേട്ടാ, ഈ പ്ലോട്ട് തന്നെ പുതിയതാണ്, ഇലക്ട്രോണിക് ഷോപ്പ് എന്നുള്ളത്. പിന്നെ സാധാരണ ഒരു സ്ഥലത്തും സംഭവിക്കാത്തൊരു കാര്യം ഇവിടെ സംഭവിക്കുന്നുണ്ട്. ഈ കോയമ്പത്തൂർ എന്ന് പറഞ്ഞൊരു സംഭവത്തിലേക്ക് പോകുന്നതാണ് ഇതിന്റെ, അല്ലേ? അത് കൃത്യമായിട്ട് അത് പ്ലേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഷഡ്ജൻ എന്നുള്ള പേര് അത് എവിടെ നിന്നാണത്? രാജേഷ് അത് ഗംഭീര പേരാണ്. പേരുകളൊക്കെ ഭയങ്കര വെറൈറ്റിയാ. അതെ, ഷഡ്ജൻ. അതുപോലെ തൈക്കാട്ടുശ്ശേരിയുടെ എൻട്രി നല്ല ഗംഭീരമായിട്ടാണ് വന്നത്. ഇതിൻ്റെ അകത്ത് എനിക്ക് ഇത് സ്ക്രിപ്റ്റിങ് ഇത്രയും കൂടി മേന്മപ്പെടുത്താമായിരുന്നു തോന്നി. കാരണം മറ്റതല്ല, ഹ്യൂമർ കുറവായിരുന്നു. നല്ല പ്ലോട്ടും നല്ല സ്ക്രിപ്റ്റ് കാര്യങ്ങളൊക്കെ ആയിരുന്നു, പക്ഷെ കൗണ്ടേഴ്സ് ഇത്തിരി കുറവായിരുന്നു. ഇതുപോലുള്ള സ്കിറ്റുകൾ വരുമ്പോൾ നമ്മൾ കുറെ കൗണ്ടറുകൾ ഇങ്ങനെ ഓർക്കും. പൊട്ടിച്ചിരിക്കാനുള്ള സംഭവങ്ങൾ ഉണ്ടായിരുന്നില്ല. അത്രയും മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു അനിക്കോട്ടാ. US പോയപ്പം ഈ US ഏതെങ്കിലും സ്ഥലത്തിന്റെ സംശയം ഉണ്ടെങ്കിൽ ചേട്ടൻ എന്നോട് ചോദിക്കായിരുന്നു. കാരണം ഞാൻ ഇപ്പോൾ കഴിഞ്ഞ മാസം പോയിട്ട് വന്നേ ഉള്ളൂ. നൈസ് സ്കിറ്റ് ആൻഡ് നൈസ് പെർഫോമൻസ്, അതാണ് ഇതിൽ പറയാനുള്ളത്. ഒരു നൈസായിട്ടുള്ളൊരു പ്ലോട്ടിൽ കൊണ്ടുവന്ന് അത് നിങ്ങൾ നൈസായിട്ട് ഹാൻഡിൽ ചെയ്തു. പണ്ട് നമ്മുടെ ഈ അമ്മൂമ്മമാർ പറഞ്ഞൊരു പഴഞ്ചൊല്ലി കേട്ടിട്ടുണ്ട്, നെഞ്ചിൽ പൂടയില്ലാത്തവൻ വഞ്ചകൻ. അത് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു സംഭവമുണ്ട്. അപ്പൊ ആ ഒരു കോൺസെപ്റ്റ് പിടിച്ചിട്ടാണ് ഈ വടിച്ചിട്ടല്ലേ നടക്കണത്. ഞാൻ ഇത്ര നാൾ വളർത്തിയത് നിങ്ങൾ കണ്ടില്ല, ഇന്ന് വടിച്ചതാണ് കണ്ടത്. ഇത് വളർത്തിയിട്ടും പ്രയോജനമില്ല, വടിച്ചിട്ടും വഞ്ചകനായി മാറാനുള്ള ശ്രമമാണോ? ഇല്ലില്ല, നന്നായിരുന്നിട്ട് ആർക്കും വേണ്ട, ഇനി വഞ്ചകനായിട്ട് ആർക്കും. ഇപ്പൊ കുറച്ച് വില്ലന്മാർ ഇഷ്ടപ്പെട്ട് തുടങ്ങിയിരിക്കണം ഇനി ആ ട്രാക്കിലൂടെ പോവാനായിട്ട്. അപ്പം നല്ല കുറച്ച് മുഹൂർത്തങ്ങളുണ്ടായിരുന്നു നമുക്ക് ഓർത്ത് ചിരിക്കാൻ. പക്ഷേ ടിനിച്ചേട്ടൻ പറഞ്ഞ പോലെ നമുക്കിങ്ങനെ ലൗഡായിട്ട് ചിരിക്കാൻ പറ്റിയ. പിന്നെ ഈ പണി ചെയ്യുന്നവർക്കൊരു ഈഗോ ഉണ്ട്. അവരെ ഫ്രണ്ടിൽ നിന്ന് അവരെക്കാൾ നല്ല രീതിയിൽ പണിയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഈഗോ ഹേർട്ടാവും. ആ ഒരു സാധനം കൊണ്ടുവന്നിട്ട് ഈ തൈക്കാട്ടുശ്ശേരി ചേട്ടൻ പറയുമ്പോൾ ഇത് നിങ്ങൾക്ക് ബ്രഷ് എവിടെ നിന്ന് വാങ്ങിച്ചാൽ പോരെ, മറ്റൊരു വാങ്ങിച്ചാൽ എനിക്ക് താഴ്ന്നതിനെ ചെയ്യടോ, പിന്നെ ഞാൻ എന്തിനാ ഇവിടെ ഇരിക്കുന്നത്. അങ്ങനെയുള്ള ചില മുഹൂർത്തങ്ങളുണ്ടായിരുന്നു. പിന്നെ ഏറ്റവും എടുത്തു പറയേണ്ടത് ഈ ട്രംപിൻ്റെ കാര്യം. ട്രംപ് അറിഞ്ഞിട്ടേ ഇപ്പം അവിടെ ബുഷ് അല്ലല്ലോ, ട്രംപാണെന്ന് പറയുമ്പോഴത്തേന് ഉണ്ടല്ലോ, ഞങ്ങൾ റോഡ് പണിക്ക് പോകുമ്പോൾ 4-16 ട്രംപ്. ഈ പുള്ളി അവിടെ ശരിക്കും നീ കൊടുങ്കാറ്റടിച്ച് പോയതാണോ? അങ്ങനെയുള്ള ചെറിയ മുഹൂർത്തങ്ങളുണ്ടായിരുന്നു. എനിവേ, ഓൾ ദ ബെസ്റ്റ്, നൈസ് കിറ്റ്. താങ്ക് യു. നസീർക്ക? കുഴപ്പമില്ലായിരുന്നു, എന്നാൽ കുഴപ്പമുണ്ട്. ഫസ്റ്റ് ഹാഫ് തുടക്കം നല്ല രസമായിരുന്നു കേട്ടോ. അവൻ്റെ കാരണങ്ങളും പറഞ്ഞു വന്നതും അവിടെയൊക്കെ നല്ല ഏരിയ ആയിരുന്നു. എന്തോ കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോൾ തൊട്ടേ നിങ്ങളുടെ കയ്യിൽ നിന്ന് പോയതുപോലെ ഒരു സ്ലോ മട്ടിലാണ് സംഭവം പോയത്. സെൽവൻ്റെ കളിയുടെ ഒരു അങ്ങോട്ട് എത്താൻ പറ്റിയിട്ടില്ല. ചിരിയുടെ തന്നെയാണ് കുറവ്. ചിരി കുറവാകുമ്പോഴാണല്ലോ നമ്മളിങ്ങനെയൊക്കെ പറയേണ്ടി വരുന്നത്. നല്ല സ്ഥലമായിരുന്നു കേട്ടോ, നിങ്ങൾ തിരഞ്ഞെടുത്ത ആ സ്ഥലം, ഏരിയ നല്ലതായിരുന്നു. പക്ഷേ അതിനനുസരിച്ചുള്ള സാധനങ്ങൾ നിങ്ങൾക്ക് അതിൻ്റെ അത് ഫില്ല് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതാണ് കുഴപ്പം. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അഭിനയത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾ 3 പേരും ചെയ്യുകയും ചെയ്തു. പക്ഷേ നമുക്ക് ചിരിക്കാനുള്ളതിൻ്റെ ഒരു ദാരിദ്ര്യം ഫീൽ ചെയ്തു ചില സ്ഥലങ്ങളിൽ. ഓക്കെ, അടുത്ത പ്രാവശ്യം നന്നാക്കി എടുക്കുക, നന്നാക്കണം. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. അപ്പോൾ ആരാണ് ആദ്യം? മണിക്കൂട്ടൻ. മണിക്കൂട്ടാ. ഒരു 8000 രൂപ. 8000 രൂപ. ഒരു 8000 രൂപ തന്നെ കൊടുക്കും. രണ്ടുപേരുടെ 16000 രൂപ ആയിട്ടുണ്ട്. ബാക്കി അയച്ചു ചേട്ടാ. ഓക്കെ, ബാക്കി ബുഷിന്. ടോട്ടൽ എമൗണ്ട് 35,000 രൂപ. അടുത്തതിൽ പിടിക്കാം. ഓക്കെ, അടുത്തതിൽ പിടിക്കണം. ഓക്കെ എന്നിട്ടാ ഹെൽത്ത് ഒക്കെ നോക്കി റെഡി ആയിട്ട് വാ. അങ്ങനെ ഇന്നത്തെ നമ്മുടെ ഫ്ലവേഴ്സ് കോമഡി ഐറ്റം വരുടെ സമയം കഴിഞ്ഞിരിക്കുന്നു. അടുത്ത എപ്പിസോഡ് ഇതിലും നല്ല സ്കിറ്റുകളും ചിരികളും ഒക്കെ ആയിട്ട് വരാം. അതുവരെ ദിസ് ഇസ് ബൈ ഫ്രം ജീവ ആൻഡ് ബൈ ഫ്രം ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. ഗുഡ് നൈറ്റ്.